ഞങ്ങളൊരു പോഡ്കാസ്റ്റ് ചാനൽ പ്ലാൻ ചെയ്തായിരുന്നു കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം. കണ്ണാപ്പി ബ്രേക്കപ്പ് ആയ സമയത്ത് ഒരു വെള്ളം അടിച്ചിട്ട് രാത്രി അണ്ണാ എനിക്ക് ജീവിതത്തിൽ സക്സസ്ഫുൾ ആവണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യണം, ഞാനൊരു ഇത് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പോഡ്കാസ്റ്റ് ചാനൽ പ്ലാൻ ചെയ്തായിരുന്നു. നമുക്ക് പോഡ്കാസ്റ്റ് നടത്തിയാലോ ഇന്ന് ലൈവ് പോഡ്കാസ്റ്റ്. മൈര അടങ്ങിയിരിക്കണേ. ഒരു കോട്ടോടെ ഉണ്ടായിരുന്നു ഒരു കോട്ടൊക്കെ പോഡ്കാസ്റ്റ്. അപ്പൊ നിന്നെ ഫ്രെയിമിൽ കാണുന്നില്ല. ഇന്റർവേട്ടാണോ? എന്നാ പോകുമ്പോ ഇറങ്ങിറങ്ങ. ഒരു ഐപാഡ് എടുത്ത് കൈ വെക്കാം. ഒരു കണ്ണച്ചേട്ടാ 24 hours കണ്ണച്ചേട്ടാ. ഞാൻ കടന്നിട്ട് എടാ നമുക്ക് ചോദിക്കല കണ്ടാലും ചോദിക്കണല്ലേ. ഡ്രീമറ പുണ്ട തീട്ടത്തിനെ അപ്പൊ നമ്മള് പോഡ്കാസ്റ്റിനെ പറ്റിയ ഒരു സബ്ജക്ട് വേണം നമുക്ക്. എന്താണ് സബ്ജക്ട് അത് പറ. ചന്ദ്രന്റെ അച്ഛൻ റീവറെ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എന്തെങ്കിലും പറയണം. ചന്ദ്രന്റെ അച്ഛൻ ഡ്രീമറുടെ തന്ത ആര്? അടങ്ങടാ, എന്തോ ഇത് കണ്ണേട്ടാ നമ്മള് ഭയങ്കര ഇതായിട്ട് കൊണ്ടുപോയിട്ടിരിക്കണ ലൈവ് സ്ട്രീമാ. പ്ലീസ് സീരിയസ് ആ. കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ഒരു ബ്രേക്കപ്പ് ആണെങ്കിൽ എല്ലാവർക്കും സംസാരിക്കാം അല്ലേ? ഓക്കെ. റിലേഷൻഷിപ്പും അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് നമ്മുടെ ജനറേഷനെ എഫക്ട് ചെയ്യുന്നത്. അത് പക്ഷേ കുറച്ചു അല്ല കുറച്ചു പേർക്ക് പറഞ്ഞ വിഷമം വരും. അത് ലൈവിൽ ഒരു പയ്യ കരണ്ടി വരും. അല്ല ഒരു പയ്യ ലൈവിൽ വരും. റിലേഷൻഷിപ്പിനെ പറ്റി പറഞ്ഞ ഇവിടെ കുറെ ആൾക്കാർക്ക് വിഷമം വരും. അത് ഭയങ്കര ഇതാണ്. ഏലിയൻസിന്റെ എക്സിസ്റ്റൻസ്. അയ്യോ ചേട്ടാ അതൊന്നും വേണ്ട. അതൊക്കെ ലൈക്ക് കോമൺ ആൾക്കാർക്ക് കേട്ടിരിക്കാനും ഇൻട്രസ്റ്റ് ഉണ്ടാവൂല സത്യം പറഞ്ഞ. സെക്സ് എഡ്യൂക്കേഷൻ അത് നല്ല ടോപ്പിക്കാ. അതല്ല നല്ല സൂപ്പർ ടോപ്പിക് പറ്റിയ ആൾക്കാരിക്കുന്നത്. ഇല്ല സെക്സ് എഡ്യൂക്കേഷൻ ഒക്കെ കിടിലൻ ടോപ്പിക്കാ ചേട്ടാ. അതിനെ പറ്റിയൊക്കെ സംസാരിക്കണം സത്യം പറഞ്ഞ. സെക്സ് എഡ്യൂക്കേഷൻ ഒക്കെ കിടിലൻ ടോപ്പിക്കാ ആദ്യം നീ നിന്റെ വല സൈഡ് ഇരിക്കണവനെ ഇടച്ചോണ്ട് പഠിപ്പിക്കുന്നത്. പോഡ്കാസ്റ്റ് ഇപ്പൊ സംസാരിക്കുന്നവരാണ് ഇരിക്കുന്നത്. ഇങ്ങനെ അങ്ങോട്ട് ഊക്കി കളിക്കല്ലോ പോഡ്കാസ്റ്റ്. എന്തെങ്കിലുമൊക്കെ വിവരം അറിയെങ്കിൽ അത് പറയാം. അതൊന്നും വേണ്ട. ആരിഫ് അലി ബ്രോ താങ്ക് യു സോ മച്ച്. SAR 19.99. കല്യാണം ആവശ്യമോ? നല്ല ടോപ്പിക്. അയ്യോ അത് ഭയങ്കര കോമണാ ചേട്ടാ. അതൊക്കെ ഭയങ്കര നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയ ഒരു ഇതില്ല. അത് ഭയങ്കര കോമണാ. പെണ്ണിനെ കുറിച്ചൊന്നും വേണ്ടെന്ന്. അതെ കണ്ണാപ്പി ഗാംബ്ലിംഗ് ആപ്പ് ആൻഡ് ഇൻഫ്ലുവൻസേഴ്സ്. ഗാംബ്ലിംഗ് ആപ്പ് അത് സൂപ്പർ ടോപ്പിക്കാ. നീ ഇന്നലെ അതെ കണ്ണാപ്പി. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതിൽ തുടങ്ങാം. ജസ്റ്റ് ഒരു ഡെമോ. അപ്പൊ എടാ കണ്ണാപ്പി നമ്മള് പോഡ്കാസ്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യും കേട്ടോ. ഇവിടെ ലൈവ് ആരും കാണുന്നില്ല. 5300 പേര് ഇവിടെ ഇല്ല. നമ്മളിപ്പോ പോഡ്കാസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഇപ്പൊ നമ്മള് പറയാണ് കണ്ണാപ്പി നമ്മുടെ നാട്ടിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞ ഈ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവർക്ക് പൈസ കിട്ടും. ഓക്കെ, അവർ പൈസ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവര് കാരണം വേറൊരാൾക്ക് ദോഷം ഉണ്ടാകുന്നു, ഇതൊന്നും അവർ നോക്കുന്നില്ല. ജസ്റ്റ് ആ പൈസ മേടിക്കുന്നു, അവർ പറയുന്ന സാധനം പ്രൊമോട്ട് ചെയ്യുന്നു, അവർ ഉത്തരവാദിത്തം അവിടെ കഴിയുന്നു എന്നാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത്. അതിനോട് നീ യോജിക്കുന്നുണ്ടോ? അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു കുറെ വ്യൂസ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ നമ്മളീ ഭയങ്കര വിശ്വസിച്ചിട്ടിരിക്കുന്ന ആൾക്കാരാ. ഇപ്പൊ നമ്മൾ പറയുവാണ് എന്തിനാണ് ഇതുപോലെ നമ്മൾ ഇന്നൊരു ആപ്ലിക്കേഷൻ കളിക്കുന്നവർ അവരെ കാണിക്കുക. ഓഫ് കോഴ്സ് അവരും നമ്മളിപ്പോ ഒന്നിട്ട് ഇപ്പൊ 1000 ഇട്ട് 1000 പോയി ആദ്യം, പിന്നെ ഒരു 1000 ഇട്ടിട്ട് അതൊരു 5000 ആക്കി നമ്മൾ ലൈവ് കാണിച്ചു കഴിഞ്ഞാൽ നാളെ ഇതുപോലെ ലൈവ് കാണുന്ന കൊച്ചു പിള്ളേർ എത്ര പേര് ഇപ്പൊ അവരെ 100 രൂപ കാണത്തുള്ളൂ. 100 ഇട്ട് ഇതാവും. 100 ഇട്ട് അവർക്ക് 500 കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് അതൊരു അഡിക്ഷൻ ആവും. ഇതൊരു അഡിക്ഷൻ കാറ്റഗറിയിലോട്ട് പോകുന്നൊരു സാധനമാണ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യത്തില്ല. അതുപോലെ തന്നെ അണ്ണ ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എടാ അത് നമ്മുടെ ലൈവ് ത്രൂ ഉണ്ടല്ലോ, ലൈക്ക് ഇപ്പൊ നമ്മള് ലൈവ് ത്രൂ ഒരു കാര്യം ചെയ്യുമ്പോ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ എക്സാമ്പിൾ പറയാണ്.
ഈ സ്കിൻസ് കാര്യങ്ങളൊക്കെ ഇല്ല ഗെയിമില്. ആ ഗെയിമില്ല നമ്മളിപ്പോ സ്ട്രീമേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ അതൊക്കെ എടുക്കുമ്പോൾ പോലും കണ്ടോണ്ടിരിക്കുന്ന ചെറിയ പിള്ളേരിൽ ഈ പറയുന്നത് പോലെ ഒരു ഇത് വരും. അതായത് ഒരു ത്വര വരും. ഗ്ലേസിയർ എടുത്താൽ കൊള്ളാം അങ്ങനത്തെ. നമ്മള് വാട്ടെവർ ആസ് എ ഗെയിമിംഗ് സ്ട്രീമർ നമ്മുടെ ഇത് കാണുന്ന ആൾക്കാർക്ക് അത് ഫോളോ അപ്പ് ചെയ്യാനുള്ള ഒരു ത്വര വരും. ഈ സെയിം സാധനമാണ് ഈ പറയുന്ന ബെറ്റിംഗ് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ ബാക്കിയുള്ള സാധനം ഗാംബ്ലിംഗ് സാധനങ്ങൾ. ഈ ഗാംബ്ലിംഗ് സാധനങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ എല്ലാവരും വിശ്വസിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർ തരുന്ന പേയ്മെന്റ് മേടിച്ചിട്ട് നമ്മൾ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി അവിടെ കഴിഞ്ഞു. അതല്ല, അവർക്ക് സൊസൈറ്റിയോടൊരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് എപ്പോഴും ചെയ്യണം. കാരണം നമ്മളെ നാലുപേർ അറിയാൻ തുടങ്ങിയത് നമ്മൾ നല്ല കുറച്ച് കാര്യങ്ങളും കോണ്ടന്റ്സും ഇട്ടട്ട അത് കഴിയുമ്പോൾ അവരെ ദ്രോഹിക്കുന്ന രീതിയിലത്തെ സാധനം നമ്മൾ തിരിച്ചു ചെയ്യുമ്പോൾ ലൈക്ക് അത് ഒരിക്കലും വേർത്തി ആയിട്ടുള്ള സാധനം അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. നാളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരാളുടെ ലൈഫ് സിറ്റുവേഷൻ ഭയങ്കര ശോകമായെന്ന് വിചാരിച്ചോ. അതായത് ഈ ഒരു ഗാംബ്ലിംഗ് ആപ്പ് ഒക്കെ കളിച്ചിട്ട് അവൻ എന്തെങ്കിലും ചെയ്താൽ അത് പ്രൊമോട്ട് ചെയ്ത് അതായത് അവന് ഫീഡ് ചെയ്ത് കൊടുത്ത ആൾ അതിന് ഉത്തരവാദിയാണ്. ഉറപ്പായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ റെഡിയാണെങ്കിൽ അങ്ങനത്തെ ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യാം. പക്ഷെ എനിക്ക് ലിറ്ററലി അല്ലെങ്കിൽ എനിക്ക് എന്റെ കൂടെയുള്ള ആൾക്കാർ അത് ചെയ്യുന്നതിനോട് യാതൊരു താല്പര്യം ചെയ്താൽ അന്നേരം എടുത്ത് കിട്ടും, അത്രേ ഉള്ളൂ. അതുപോലെയാണ് ഇതിപ്പം ഏജൻസ് ആയിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്, ഒരു മാഫിയ പോലെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഓരോ ആപ്ലിക്കേഷൻ ഓരോ ഏജന്റ് പോലെയാണ് ഓരോ ഇൻഫ്ലുവൻസേഴ്സ് ആണ്, അതൊക്കെ കാണുന്നുണ്ട്. അതായത് ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം, ഇപ്പൊ നമ്മള് നിങ്ങളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുമ്പോൾ ലൈക്ക് ഒരു ഇപ്പൊ ഫാമിലി വ്ളോഗ് ആയിക്കോട്ടെ, ഒരു ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഡെയിലി കാണാൻ ഇഷ്ടമുള്ള സാധനങ്ങൾ എന്താ, അവരുടെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഫിഷിംഗ് ഫ്രീക്ക് ആണെങ്കിൽ പുള്ളി ചൂണ്ട മറ്റേ കിളിക്കൂടിന്റെ വീഡിയോ ഇട്ടാൽ നല്ല കമന്റ്. പുള്ളി ഒന്ന് അമേരിക്ക വരെ പോയി ചൂണ്ടയിടാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രോ കിളിക്കൂടില്ലേ, കിളിയത്ത് പോയോ, കിളി തൂർന്നില്ലേ, അതാണ് കമന്റ്. അപ്പൊ ഓഡിയൻസ് ഒരു സാധനം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അവരുടെ അടുത്ത് നിന്ന്. ആ എക്സ്പെക്ട് ചെയ്യുന്ന സാധനം അവരുടെ അടുത്ത് നിന്ന് കിട്ടാതെ വരുമ്പോ തന്നെ അവർ ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പൊ ഈ ഏജൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഈ വീഡിയോ ഇടുമ്പോ അവർക്ക് മറ്റേ ആ ഒരു കോണ്ടന്റിനോടുള്ള ക്രിയേറ്ററിനോടുള്ള ഒരു ഇഷ്ടമേ പോയി കിട്ടും. അതായത് ഞാനിപ്പോ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ നമ്മുടെ നാട്ടിലെ ക്രിയേറ്റേഴ്സ് കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്തെന്ന് പറയട്ടെ. ഞാൻ എല്ലാവരുടെ അടുത്തും ചോദിക്കുന്ന ഒരു ചോദ്യം, 500K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ, നല്ല വ്യൂസ് ഉണ്ട്, എല്ലാം ഉണ്ട്, അവന് ഇതുപോലത്തെ ഒരു ബെറ്റിംഗ് ആപ്ലിക്കേഷൻ പ്രൊമോഷൻ വരുന്നു, പുള്ളി ഒരു ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുക, ഒരു 3-4 വീഡിയോ ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്ത് ഒരു 3-4 വീഡിയോ ചെയ്ത് ആ വീഡിയോക്ക് എല്ലാം കൂടെ പുള്ളിക്ക് ഒരു 5 ലക്ഷം രൂപ അവർ കൊടുക്കാന്ന് പറഞ്ഞു വിശ്വസിക്കും. 500K ഉള്ള ഒരു ചാനലിന് ഒരു 5 ലക്ഷം രൂപ കൊടുക്കാന്ന് വിശ്വസിച്ചു. അപ്പൊ പുള്ളി കാണിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരം എന്താന്ന് വെച്ചാൽ ആ 5 ലക്ഷം രൂപ മേടിച്ചിട്ട് അത് പ്രൊമോട്ട് ചെയ്യുന്നതാ. കാരണം ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ 5 ലക്ഷം രൂപ മേടിച്ചിട്ട് പുള്ളിയുടെ ചാനലിന്റെ ഒരു വിശ്വസിച്ചിരുന്ന പകുതി ആൾക്കാരുടെ ട്രസ്റ്റ് അവിടെ കളഞ്ഞ് ആ ചാനലിന്റെ റീച്ച് അങ്ങ് കളയും. ഈ പൈസയുടെ 3 ഇരട്ടി പുള്ളിക്ക് ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ അടുത്ത 1 വർഷം കൊണ്ട് ആ ചാനൽ വഴി തന്നെ ഉണ്ടാക്കായിരുന്നു. അവിടെയാണ് ഏറ്റവും വലിയ ഡിഫറൻസ്. ഇതിലെന്ന് വെച്ചാല് ഇവര് ചിന്തിക്കുന്നില്ല, ഈ ഇപ്പം യൂട്യൂബ് ആണെങ്കിലും എന്താണെങ്കിലും ഇതൊരു ലോങ് ടൈം പ്രോസസ് ആണ്. ഇതിന്ന് ലോങ് ടൈം ഇൻകം കിട്ടുമെന്നൊന്നും ഇവർ ചിന്തിക്കുന്നില്ല. ഇവർക്ക് പെട്ടെന്ന് ഇൻകം വേണം, പെട്ടെന്ന് കോടീശ്വരണം, ചേറി ഇരിക്കുമ്പോഴേ പൈസ വന്നോണ്ടിരിക്കണം. അന്നേരത്തെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം എടുത്ത് ചെയ്യുന്നതും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പയ്യെ റിട്ടേൺ ബാക്ക് വരുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നമുക്ക് ഒരുമിച്ച് കുറെ പൈസ കിട്ടുന്നതും പയ്യെ അത് കിട്ടുന്നതും തമ്മിൽ നമുക്ക് ലൈക്ക് നമ്മളെല്ലാവർക്കും ലൈഫില് ഈ പൈസ വരുന്നതിനനുസരിച്ച് നമ്മുടെ ലിവിങ് സ്റ്റൈൽ മാറും. അപ്പൊ ലിവിങ് സ്റ്റൈൽ മാറുന്നതിനനുസരിച്ച് നമ്മളിപ്പോ ഈ പറഞ്ഞതുപോലെ ഒരു മാസം 5 ലക്ഷം രൂപ ഒരുമിച്ച് കിട്ടുന്നതും 5 മാസമായിട്ട് 1 ലക്ഷം രൂപ വെച്ച് കിട്ടുമ്പോഴും നമ്മുടെ എക്സ്പെൻഡിച്ചർ ഡിഫറന്റ് ആയിരിക്കും. നമ്മൾ ചെലവാക്കുന്നത് ഒക്കെ ഡിഫറന്റ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റേബിൾ ഇൻകം എപ്പോഴും നല്ലത്, അല്ലാതെ മോർ ഇൻകം അല്ല. ഒരേപോലത്തെ ഇൻകം മൾട്ടിപ്പിൾ ടൈംസിൽ കിട്ടുന്നത് വളരെ നല്ലൊരു കാര്യം. അതെ. അപ്പൊ ഇനി അടുത്ത എന്താണ് ബോബ്, നീ ഇവിടെ എന്തിനിരിക്കുന്നു? ഈകളെ ബോബോയ് മറ്റേ അടിച്ചു വെച്ച സ്റ്റാച്യു പോലെ കണ്ണാപ്പി. അതെ ഇവിടുത്തെ തലമുറയിലെ പിള്ളേര് ബ്ലണ്ടർ അടിച്ചിരിക്കുന്നത്. ബോബോയ് ആലോചിക്കണേ കണ്ണാപ്പി ഇത്ര വിവരമൊക്കെ ഉണ്ടായിരുന്നു. അണ്ണം വിത്ത് കുണ്ടൻസ് ജോക്കർ
അണ്ണ ഗുഡ് പ്രസന്റിങ്, അണ്ണ ഗുഡ് പേരന്റിങ്ങിനെ പറ്റി പറ. ശ്യാം പ്രസാദ് ബ്രോ 40 rupees. അത് കണ്ണാപ്പി parenting. സംസാരിക്കാനില്ല. അത് ഗുഡ് പാരന്റിങ് എന്ന് പറയുമ്പോ ഇപ്പൊ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തിനാണ് ഇപ്പൊ നമുക്ക് ഞാൻ പറയട്ടെ നമ്മളെ ഇപ്പൊ എന്തൊരു കാര്യത്തിലാണ് അവർ റെസ്ട്രിക്ട് ചെയ്യുന്നത് അങ്ങനെ റെസ്ട്രിക്ട് ചെയ്യുന്നില്ല, ചില കാര്യത്തിനൊക്കെ റെസ്ട്രിക്ട് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയാം ഇപ്പം നമ്മളൊരു ഏജ് ഒക്കെ ആയിരിക്കുമ്പോ ഇങ്ങനെ ഒരു 16-17 വയസ്സൊക്കെ ആകുമ്പോൾ ഈ എന്റെ പ്രായത്തിൽ അവരറിയാതെ നമ്മൾ പോയി ഒളിച്ചു പോയി വെള്ളം ഒഴിക്കും, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ചെയ്യരുത്. കാരണം ഇതെല്ലാം അവരറിയണം, കാര്യമായിട്ട് പറഞ്ഞാണ്. കാരണം അങ്ങനെയാണ് ഇതെല്ലാം അവരറിയണ്ടായോണ്ണ. ഞാൻ ഒരു കാര്യം പറയട്ടെ കണ്ണാപ്പി, ഈ പേരന്റിങ് എന്ന് പറയുന്ന കാര്യമോ അല്ലെ ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം വെച്ചിട്ട് ഒരു കാര്യം പറയാനാണെങ്കിൽ മെയിൻ ആയിട്ട് നമ്മുടെ നാട്ടില് ടീച്ചർമാര് തല്ലിയ വരെ കേസാവുന്ന കാലമാണ്. ഇവിടെ എന്നെയൊക്കെ എന്റെ ടീച്ചർ ചെകിളം പൊളക്കെ അടിച്ചിട്ടുണ്ട്, മറ്റേ വടി വെച്ച് കീറിയിട്ടുണ്ട്. എന്റെ വീട്ടിൽ എന്റെ അച്ഛനും അമ്മയും കേസ് കൊടുക്കാനൊന്നും പോയിട്ടില്ല. കാരണം അവർക്കറിയാം മീൻസ് മോനെ മറ്റേ ഇതാക്കാൻ വേണ്ടി നന്നാക്കാൻ വേണ്ടിയാണ് സ്കൂളാകുമ്പോ തല്ലും ടീച്ചർ. ഇപ്പൊ അങ്ങനല്ല, അച്ഛൻ തല്ലിയാല് അമ്മ തല്ലിയാല് കേസ് ആവുന്ന കാലമാണ്. ഈ സമയത്ത് റെസ്ട്രിക്ട് ചെയ്യാന്ന് പറയുന്ന ഒരു സാധനം നടക്കത്തില്ല. മെയിൻ കാര്യം ഇപ്പം എന്റെ ഒക്കെ കൊച്ചില് എനിക്ക് നല്ല തല്ല് കിട്ടിയിട്ടുണ്ട്, നല്ല എന്ന് കരുതി പിള്ളേരെ തല്ലി കൊല്ലുന്നു വളർത്തണമെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ വളർത്തണ്ട. ബട്ട് സ്റ്റിൽ പേരന്റിങ്ങിലും തന്നെ ഇപ്പൊ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഓൾറെഡി നമ്മുടെ നിയമം, ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾക്ക് പോലും നിയമവും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ നിയമവും കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് എന്തെങ്കിലും പേരൻസോ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്ത മറ്റേ കേസാക്കാൻ പറ്റും, ലീഗലി മൂവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള തോട്ട് പിള്ളേർക്ക് ഇപ്പോഴും. ഇപ്പൊ നമ്മൾ ജനിച്ചു വീണ് ഇപ്പൊ ഒരു 3 അല്ലെ 4 വയസ്സ് അല്ലെ ഒരു 4-4.5 വയസ്സാകുമ്പോഴേ പിള്ളേരുടെ ഫോൺ വരും. ഇപ്പൊ പിള്ളേരുടെ ഫോൺ വരുമ്പോ ആദ്യമായിട്ട് അവരെന്തായിരിക്കും അറിയുന്നത്, കൂട്ടുകാർ പറയുന്നത് ഇൻസ്റ്റാഗ്രാം ഡൗൺലോഡ് ചെയ്യുക. അതിൽ തന്നെ എത്ര ന്യൂസ് ചാനൽസ് ഉണ്ട്, അതിൽ തന്നെ എത്ര ന്യൂസ് ഇടുന്ന ആൾക്കാരുണ്ട്. ഇപ്പം കുറെ ആൾക്കാരില്ലേ ന്യൂസ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ന്യൂസ് അല്ലെ സെക്ഷൻ വകുപ്പ് എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ, ഇവർക്കൊക്കെ നമ്മളെക്കാട്ടി ഇത്ര അപ്ഡേറ്റഡ് ആണ് ഇവര് ഓൾറെഡി. ഇപ്പൊ അണ്ണൻ ഇപ്പൊ ഒരു 10 വയസ്സുള്ള പയ്യന്റെ അടുത്ത് അണ്ണൻ ഇന്നൊരു ടോപ്പിക് ചോദിച്ചാൽ അവൻ പറഞ്ഞു തരും. പണ്ടത്തെ അതേപോലെ ഒരു കാലത്ത് അണ്ണന്റെ ആ ഒരു സമയത്ത് ഇപ്പൊ അണ്ണന്റെ ഇവിടുത്തെ കൂട്ടുകാരാണ് മറ്റേ മാക്കിന്റെ അടുത്ത് ഇതേപോലെ ടോപ്പിക് വെച്ചാൽ പറയാൻ പറ്റുമോ? ഇല്ല, ഉറപ്പായിട്ടും പറയാൻ പറ്റില്ല. ഇന്നത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ആയി പൊക്കോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ദിനം പ്രതി പിള്ളേർ ജനിക്കുന്നതോടെ ഫോണിന്റെ എണ്ണം കൂടുകയാണ്. ഓരോ ഫോണിന്റെ സെയിൽസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേരുണ്ടാകുന്നതിനനുസരിച്ച് ഫോണിന്റെ സെയിൽസ് കൂടുന്നു എന്നാണ് നിന്റെ അഭിപ്രായം? കൂടുതലടാ. പോഡ്കാസ്റ്റ് ക്ലോസ്. ഇവനെ വെച്ചൊക്കെ ഒരു പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്ത ആൾക്കാരുണ്ടല്ലോ. പിള്ളേരുണ്ടാവുന്നതിനനുസരിച്ച് ഫോണിന്റെ സെയിൽസ് കൂടുന്നു. ഇക്കടക്കിന് ഇവൻ പറയല്ലോ സാംസങ് കാശ് കൊടുക്കുന്ന ആൾക്കാർ പിള്ളേരുണ്ടാക്കണേന്ന്. അണ്ണ പിള്ളേരുണ്ടാവുമ്പോ ഫോൺ മേടിക്കുന്നത്. അണ്ണ ഇപ്പൊ പിള്ളേരുണ്ടാവുമ്പോ ഫോണല്ല, പിള്ളേരുണ്ടാവുമ്പോ പാൽക്കുപ്പിയാണ് വാങ്ങിക്കുന്നത്. എത്ര വയസ്സാകുമ്പോ ഫോൺ മേടിച്ചു കൊടുക്കും? എന്റെ മോനോ? എടാ ഞാൻ ഇപ്പൊ പറയാം, എനിക്കൊരു ആൺകുട്ടിയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം ക്ലിയർ കട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലാ പിള്ളേരെയൊക്കെ പോലെ എനിക്കും കൊച്ചിലെ തൊട്ടേ PC വേണം, ഫോൺ വേണം, ലാപ്ടോപ്പ് വേണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് എന്റെ പേരൻസ് അത് മേടിച്ചു തന്നിട്ടില്ല. മേടിച്ചു തരാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവരെ ഞാൻ ഒരിക്കലും ബ്ലെയിം ചെയ്യത്തില്ല. അവർക്കത് അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഇൻകം ഒന്നും ഇല്ലായിരുന്നു, മനസ്സിലായോ? അപ്പം ഞാൻ ഒരിക്കലും വീട്ടിൽ മറ്റേ ഈ പറയണതുപോലെ മറ്റേ അടി ഉണ്ടാക്കി ഒരു വട്ടം ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട് ബൈക്ക് മേടിച്ചു തരാൻ. 2 ദിവസം പട്ടിണി കിടന്നപ്പം വിശന്നിട്ട് ഞാൻ തന്നെ അടുക്കളയിൽ പോയി എടുത്ത് കഴിച്ച്. അമ്മയ്ക്ക് മനസ്സിലായോ? മൈൻഡ് പോലും ചെയ്തില്ല. ഇല്ല ഇപ്പോഴത്തെ ആൾക്കാർ, ഇപ്പോഴത്തെ പേരൻസിന്റെ വേറൊരു പേര് എന്ന് പറഞ്ഞാൽ മറ്റേ 2 ദിവസം പിള്ളേർ പട്ടിണി കിടക്കുമ്പോഴത്തേനും മോനെ എന്തെങ്കിലും കഴിക്കുക. ഞാൻ പറയട്ടെ, 2 ദിവസം പട്ടിണി കിടന്നാൽ 3ാമത്തെ ഒന്ന് വിശപ്പ് വരുമ്പോൾ ഓട്ടോമാറ്റിക് അടുക്കളയിൽ പോയി കഴിക്കും. ഞാൻ അങ്ങനെയായിരുന്നു. 3ാമത്തെ ദിവസം മേടിച്ചിരുത്തില്ലെന്ന് ക്ലിയർ കട്ടായിട്ട് എനിക്ക് മനസ്സിലായി. മനസ്സിലായപ്പോ 3ാമത്തെ ദിവസം ഞാൻ അടുക്കളയിൽ പോയി തിന്നപ്പോ അവർക്ക് കാര്യം മനസ്സിലായി, ഇവ ഇനി തിന്നോളും, ഇത് മേടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായ? അപ്പൊ അങ്ങനെയാണ് എന്റെ വീട്ടിൽ വളർത്തിയത്. അപ്പം ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ ഒരു മോൻ ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ കൊച്ചിലെ എന്റെ ഒരു സമയത്ത് ഞാൻ ആഗ്രഹിച്ച കുറെ സാധനങ്ങളുണ്ട്. ഇപ്പൊ എനിക്കൊരു മോനാണ് ജനിക്കാൻ പോണെന്ന് വിചാരിച്ചോ, മോനാണ് ജനിക്കാൻ പോണെങ്കിൽ ഇപ്പൊ ഒരു ചെറുക്കൻ എന്നുള്ള രീതിയിൽ അവന് ഈ ഗെയിമിങ് അങ്ങനത്തെ ഒക്കെ രീതിയിൽ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവന് ഇവിടെ വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. വണ്ടി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടതാ. അപ്പൊ എനിക്കൊരു കുഞ്ഞ് വരുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അവനെ എന്റെ ഫീൽഡ് എന്ന് പറയുന്നത് തന്നെ നമ്മള് കുറച്ച് ഗെയിമിങ് അല്ലെങ്കിൽ ടെക്നോളജി അങ്ങനത്തെ ഇതാ. അപ്പോഴേ അവൻ എനിക്ക് ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ട് വളർത്താൻ താല്പര്യം ഉണ്ടാവും ഒബ്വിയസ്ലി. കാരണം എനിക്ക് ഈ ഫീൽഡിനെ പറ്റി അറിയാം, ഈ ഫീൽഡിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് അറിയാം. സോ ഒബ്വിയസ്ലി എനിക്ക് അവനെ ഇതിനകത്തോട്ട് കൊണ്ടുവരാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി ഞാൻ ബാക്കിയുള്ള ആൾക്കാരൊക്കെ കൊടുക്കുന്നതിന് മുമ്പേ ഇതിന്റെ നല്ലതും ദോഷവും പറഞ്ഞു കൊടുത്ത് അവനെ ടെക്നിക്കലി കുറച്ച് ഇമ്പ്രൂവ്ഡ് ആക്കി കൊച്ചിലോട്ട് വളർത്തും.
അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട്. അത് നല്ലൊരു തീരുമാനമാണ്. അത് നല്ലൊരു ഇതാണല്ലേ? നല്ലൊരു തീരുമാനം. നല്ലൊരു തീരുമാനം. കണ്ണാപ്പിയുടെ മോന്റെ എങ്ങനെയാ? കണ്ണാപ്പിക്ക് നിന്റെ അഭിപ്രായം എന്താ? നീ നിന്റെ കുഞ്ഞിന് എത്ര അണ്ണ എന്റെ മോനെന്ന് പറയുമ്പോഴത്തേക്ക് അവനും വളർന്നു വരുമ്പോഴത്തേക്ക് അവൻ ഏത് ഫീൽഡാണോ പോകാൻ താല്പര്യം ഞാൻ അതിലെങ്കിൽ വിടും. റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. പിന്നെ അവനെ ഇപ്പം ഒരു 4 മണി, പക്ഷെ 4 മണിയല്ല, 4 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവന് മൊബൈൽ ഞാൻ ഒന്ന് അഡ്വാൻസ് ആക്കി കൊടുത്തു. ഒരു മിനിറ്റ് ഇത് തീർത്തോട്ടെ. നമ്മുടെ അപ്പനപ്പൂപ്പന്മാര് ഇപ്പൊ അണ്ണൻ തന്നെ ശ്രദ്ധിച്ചോണ്ട് അണ്ണൻ നമ്മുടെ അപ്പനപ്പൂപ്പന്മാരുടെ ഇപ്പോട്ടെ അപ്പനപ്പൂപ്പന്മാരിൽ ബിറ്റ്കോയിനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി കുറച്ച് ചുമ്മാ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് മേടിച്ചിട്ടായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ ആരായിരുന്നു? നമ്മുടെ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്തല്ല ബിറ്റ്കോയിൻ വന്നത്. ആണല്ലേ? അപ്പനപ്പല്ലേ നമ്മുടെ ഒരു അപ്പൂപ്പന്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പൂപ്പന്റെ കാലത്തല്ല, എന്റെ അപ്പൂപ്പന്റെ കാലത്ത് ബിറ്റ്കോയിൻ ഉണ്ടായിരുന്നത്. അതെനിക്ക് അറിയില്ല. അല്ലെ എന്റെ അപ്പൂപ്പന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? എത്ര വയസ്സ്? ഇപ്പൊ 4 വർഷം. നിന്റെ അപ്പൂപ്പന്റെ കാലത്ത് ബിറ്റ്കോയിനാ? അപ്പൂപ്പന്റെ കാലത്ത് പോഡ്കാസ്റ്റ് വന്ന് അടിച്ച് മൂന്നേ തിരിക്കും. മേലെ ഇതിനെ കണ്ടുപോയേക്കരുത്. 4 വർഷം മുമ്പ് അപ്പൂപ്പൻ ജീവിച്ചിരിപ്പോലെ. അപ്പൊ അപ്പൂപ്പന്റെ കാലം നിന്റെ അപ്പൂപ്പൻ 4 വർഷം മുമ്പ് പുള്ളിക്ക് എത്രയായിരുന്നു ഏജ്? 75 വയസ്സ്. 76 വയസ്സില് പുള്ളിയുടെ ഒരു നോർമൽ, പുള്ളിയുടെ ഒരു അതായത് ടെക്നോളജിക്കലി അല്ല ടെക്നിക്കലി ഫീസിബിൾ എന്നുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഡ്വാൻസ്ഡ് കാര്യങ്ങളൊക്കെ പഠിക്കണ പ്രായം എന്ന് പറയുമ്പോൾ പുള്ളിക്ക് ആ സമയം എന്ന് പറയുമ്പോൾ പുള്ളിക്ക് 50 വയസ്സ് അല്ലെ 45 വയസ്സ്. ആ സമയത്ത് ഒരാൾക്ക് കിട്ടുന്ന ഒരു അല്ലെങ്കിൽ ടെക്നോളജി ഇതിനെ പറ്റിയൊക്കെ ക്യാപ്ചർ ചെയ്യണ പവറും നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിലുള്ള ഇതും വളരെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. നിന്റെ അപ്പൂപ്പൻ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞ് അത് ബിറ്റ്കോയിൻ ഉള്ള സമയത്ത് നിന്റെ അപ്പൂപ്പന്റെ കാലമല്ല. 2009 അച്ഛൻ മേടിച്ചിട്ടാലും മതിയല്ലോ. നമ്മുടെ മക്കളുടെ കാലഘട്ടത്തിൽ നമ്മളും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കോയിൻ ഉണ്ട്, നമ്മളിങ്ങനെ മേടിച്ചിട്ടേക്കണത്. അപ്പൊ എപ്പോഴാ അവര് എപ്പോഴാ ഇതൊക്കെ ക്ലിക്കായി? കണ്ണാപ്പി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഒരിക്കലും വിശ്വസിക്കാത്ത ഒരു തിയറിയാണ്. എന്താന്ന് പറയട്ടെ, എടാ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു വലിയ മണ്ടത്തരം എന്ന് പറഞ്ഞുണ്ടല്ലോ. നമ്മുടെ ഡ്യൂട്ടി എന്തുവാ? നമുക്കിപ്പോ ഒരു മോൻ ഉണ്ടാവുകയാണെങ്കിൽ അവനെ സ്വന്തം കാലിൽ നിൽക്കുന്നത് വരെ മുന്നോട്ട് കൊണ്ടുപോകുക. അല്ലാതെ അവന് മറ്റേ രാജകീയമായിട്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ കിടന്ന് പണിയെടുത്ത് മറ്റേ ഇതുകൊണ്ട് അങ്ങനെ ഒരു സാധനത്തോട് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ കാര്യം ഞാൻ പറയാം. നമ്മുടെ മോനായോണ്ട് അവന് ബേസിക് എഡ്യൂക്കേഷൻ കൊടുത്ത് അവനെ പഠിപ്പിച്ച് ഒരു നിലയിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം. അല്ലാതെ അവന് മറ്റേ ഒരു പണി എടുക്കാതെ ജീവിക്കാൻ വേണ്ടി ഞാൻ ബിറ്റ്കോയിൻ മേടിച്ചിട്ട് മറ്റേ ഇതാക്കണം എന്ന് പറയുന്ന തോട്ടിനോട് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ അപ്പൂപ്പന്മാരും അല്ലെ അച്ഛന്മാരും നീ ഇപ്പൊ ഇവിടെ വന്നിരുന്നിരിക്കുന്നുണ്ടല്ലോ, ഈ തുടയൊക്കെ ഇങ്ങനെ തടിച്ചു വെച്ചിരിക്കുന്നത് അവരുണ്ടാക്കിയ ചോറ് കൊണ്ടാ. അപ്പൊ അവര് ബിറ്റ്കോയിൻ മേടിച്ചിട്ടിട്ട് നിന്നെ ഈ സമയത്ത് മറ്റേ ഊട്ടണോന്ന് പറഞ്ഞിരുന്നാൽ അതെങ്ങനെ നടക്കും? ഓരോരുത്തർക്കും ഓരോ ഫീൽഡ് ഉണ്ട്, മനസ്സിലായോ? അല്ല, ഞാൻ പറയാം, അന്ന് അവർ കുറച്ച് ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ചുകൂടി ഇപ്പം സെറ്റ് ആയിരുന്നില്ലേ? എടാ കണ്ണാപ്പി, 2010 ഈ സാമാനം ഉണ്ടാക്കിയത് നിനക്ക് 10 വയസ്സുള്ളപ്പോഴാ. അപ്പൊ പിന്നെ അവരെങ്ങനെ നിന്നെ ഉണ്ടാക്കുമ്പോ ഉണ്ടാക്കിയിട്ടുണ്ട്? എത്ര പേര് യോജിക്കുന്നു അതിനോട്? അതെ അതെ. എടാ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് കിടക്കാം. കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്. ഇൻട്രസ്റ്റിംഗ് ആണ് ജെൻഡർ ഇക്വാളിറ്റി. ജെൻഡർ ഇക്വാളിറ്റി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജെൻഡർ ഇക്വാളിറ്റിയെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാർത്തയിൽ വരും. ഗോസ്റ്റ് എക്സിസ്റ്റ് ചെയ്യണം. അത് നല്ല ടോപ്പിക്, അതൊക്കെ പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. പ്രേതത്തിൽ വിശ്വാസം ഉണ്ടോ? എനിക്ക് വിശ്വാസം ഉണ്ട്. നിനക്ക് വിശ്വാസം ഉണ്ട്? അവൻ കണ്ടിട്ടുണ്ട്. വിശ്വസിക്കാനുള്ള കാരണം? വിശ്വസിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനില്ലേ, സിനിമ കണ്ടു കഴിഞ്ഞു വരും. ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. മൈക്കിനോട് ചേർന്നിരിക്കും. അപ്പം ഇത് ബോബോയ്ക്ക് ഉണ്ടായ അനുഭവമാണ് കേസ്. അപ്പം ഈ ബോബോയുടെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോബോയ് പണ്ട് താമസ സ്ഥലമാണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഈ ആൾക്കാർ വസൂരി ഇല്ലേ, വസൂരി എന്ന് പറഞ്ഞ സ്ഥലം, വസൂരി ഏഴാം അറിവിൽ വന്നിട്ടില്ല. അപ്പൊ ഈ അസുഖം വന്ന് മരിച്ചവരെ ബോബോയുടെ പണ്ട് താമസിച്ച വീടിന്റെ മണ്ടയ്ക്കായിരുന്നു ഇവരെ കുഴിച്ചിരുന്നത്. അപ്പം ഈ രാത്രി സമയങ്ങളിൽ ആ ഒരു ഏരിയ അണ്ണൻ കണ്ടില്ല, ഒരു കുഞ്ഞൊരു ഓട വഴിയാണ്. അണ്ണൻ കണ്ടില്ല, അണ്ണ ആ ഒരു വഴിയൊന്നുമില്ല. അപ്പം ഈ ഒരു ഏരിയയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്നുവെച്ചാൽ ഒരു രാത്രി കഴിഞ്ഞാൽ ആളും അനക്ക് ഒന്നുമില്ല, ഒരു റബ്ബറും കാട്ടിന്റെ നടുക്കൂടെ പോകുന്ന ഫീലാണത്. അപ്പം ഈ ഇതുവഴി ഒരു ദിവസം ബോബോയ് ആണെങ്കിൽ ബോബോയും ഇപ്പൊ 2 വഴി വരാണ്. ഒരെണ്ണം ഡാർക്ക് വഴിയാ, ഇത് നോർമൽ ഒരു വഴിയുണ്ട്. അതുവഴി പിന്നെ സീനില്ല, മറ്റേത് ലൈറ്റ് വെട്ടൂര് വിളിച്ചില്ല. അപ്പൊ ബോബോയും കൂട്ടുകാരനോട് സിനിമയൊക്കെ ഉണ്ടെന്ന് വരുവാണ്. സിനിമ കണ്ടു കഴിഞ്ഞ് വന്ന് പാട്ടൊക്കെ പാടി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കനാലില് തലയില്ലാത്തൊരു പുള്ളി ഇങ്ങനെ ഇരിക്കുന്നു. കനാലില് തലയില്ലാത്തൊരു പുള്ളി, തലയില്ലാത്ത തലയില്ലാത്ത പുള്ളി
ബോബോടെ പറയുന്നത് അപ്പഴേ വീട് ബോധം കിട്ടി വീട്. ഇവന്ത് ചെയ്തിട്ട് ഇവനും ബോധം കിട്ടി വീട്. എന്നിട്ട് പുള്ളി ഒന്നും ചെയ്തില്ല. പുള്ളി എന്ത് ചെയ്യാൻ? പുള്ളിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുമോ? എന്ത് ചെയ്യാൻ? പുള്ളി വിചാരിച്ച ഞാനൊന്ന് പേടിപ്പിക്കുന്നതിന് മുമ്പേ പോയി വീട്. ഞാൻ എന്തേലും പറഞ്ഞിട്ട് വീണതാണ് പുള്ളി പറഞ്ഞത്. സത്യമായിട്ട് അങ്ങനെയൊന്നും അല്ല. ഞാനല്ല, വേറെ ഇവനെ വെച്ചൊക്കെ പറഞ്ഞ എന്നെ വെച്ചാൽ ഇതാക്കിയതാണ്. ശരിക്കും അങ്ങനെ ഒരു സംഭവം ഗെയിമിംഗ് കരിയർ മസ്റ്റ് വെയിറ്റിംഗ്. അല്ലല്ല, ഞാൻ എനിക്ക് പറയാന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ കൊച്ചിലെ ഇവിടെ ഈ എന്റെ ഈ വീടിന്റെ ഏരിയയും ഇതേപോലെ ഇങ്ങനെ കുറച്ച് മറ്റേ വരുത്തുപോക്ക് എന്നൊക്കെ പറഞ്ഞേക്കാം. വരുത്തോക്ക് മറ്റേ അറിയാം, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല. ഭയങ്കര ഇത് എനിക്ക് അറിഞ്ഞൂടാ. ലൈക്ക് ബട്ട് സ്റ്റിൽ ഞാൻ പറയാണ്, പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ട്. അതുണ്ട്. അപ്പൊ നമുക്ക് ആർക്കും അറിയത്തില്ല നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോകും, അല്ലെ അത് ആത്മാവോ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോലും പറ്റത്തില്ല. സോളായിട്ട് വെളിയിൽ പോകും, ഇതൊന്നും നമുക്ക് അറിയാത്ത കാര്യം. അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. രാത്രി ഉറങ്ങണം. എനിക്ക് തലയില്ലാത്ത ഉടലില്ലാത്ത ആളിനെ അത് കാണാൻ വയ്യ. എനിക്ക് പേടിയാതൊക്കെ. മറ്റേ ജംസ്കെയർ ഗെയിം പോലും കളിക്കില്ല ഞാൻ. പണന്റെ പിള്ള തലയില്ലാത്ത ആളും എന്ത് ചെയ്യും? ഓടും, എന്ത് ചെയ്യും? റിയാക്ഷൻ ഇല്ല. പുള്ളിക്ക് തലയില്ലല്ലോ. അപ്പൊ എന്തായാലും പുള്ളിക്ക് നമ്മളെ കാണാൻ പറ്റൂല. പുള്ളി അപ്പൊ അടുത്തോട്ട് വന്നിട്ട് തോളതെങ്കിലും വെച്ചിട്ട് വാസവണ്ണ വിളിച്ചോണ്ട് എന്റെ ലൈവ് കാണുന്ന ആളായിരിക്കൂലേ, ഫ്രണ്ട്ലി ആയിരിക്കൂലേ. ദേഷ്യം ഉണ്ടെങ്കിൽ കൊട്ടവാസു ആണെ ഓടും. വാസു അണ്ണാന്ന് വിളിച്ചാൽ നമ്മള് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും. മനസ്സിലായോ? ആ ഒരു ഡിഫറൻസ് അവിടെ വരും. അതാ അങ്ങനെ തിരിച്ചറിയും, അത് ഫ്രണ്ട്ലി ആണോ ഫ്രണ്ട്ലി അല്ലേന്ന് തിരിച്ചറിയും. പക്ഷെ ഇതുപോലെ വേറെ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഇവന്റെ ആ വഴി കൂടെ ആരായിരുന്നോ പോയത്? അവന്റെ അമ്മ പോവാണേ. ഇത് ശരിക്കും റിയൽ ലൈഫ് സ്റ്റോറി. റിയൽ ലൈനാണ്. ആ തലയില്ലാത്ത ഞാൻ കണ്ടത്. ഇവന്റെ അമ്മ കടയൊക്കെ പൂട്ടിട്ട് തിരിച്ച് നടന്നു പോവാ. ഞാൻ പറയാ അങ്ങനെയൊന്നുമല്ല. തിരിച്ചു ബോബോയുടെ എക്സ്പ്ലനേഷൻ പറ. ഞാൻ എന്താന്ന് വെച്ചാ, പണ്ട് അവിടെ ആ വഴിയിൽ വേറെ വീടൊന്നുമില്ല. പണ്ട് എന്റെ തറവാട് മാത്രമേ ഉള്ളൂ, ഒരു 1 കിലോമീറ്റർ ഉള്ളില്. ഫുള്ള് കാട, നടക്കാനുള്ള വഴിയുള്ളു. അപ്പാണെങ്കി എനിക്കൊരു ദിവസം പനിയായിട്ട് അച്ഛൻ കടയിലായിരിക്കുമല്ലോ. അപ്പൊ അമ്മ ആശുപത്രി കൊണ്ടുപോയിട്ട് അമ്മയും ചേച്ചി ഞാനും, എനിക്കപ്പോ എത്ര 2 വയസ്സെന്തേ ഉള്ളു, ആശുപത്രി പോയിട്ട് തിരിച്ചു വന്ന് ലാസ്റ്റ് ബസ് 8:30 എന്തോ ലാസ്റ്റ് ബസ് കഴിഞ്ഞ് തിരിച്ച റോട്ടിൽ കൂടെ വരുന്ന വഴിക്ക് പിന്നെ തൂക്കുകളൊക്കെ ഉണ്ടല്ലോ, പ്രായമുള്ളൊരു അമ്മൂമ്മ കാടിന്റെ സൈഡിൽ നിന്നിട്ട് പറഞ്ഞ് തൂക്കുകളൊക്കെ കാണിച്ചിട്ട് വെട്ടം കാണിച്ചു തരണം മോളെ എന്ന് വെച്ച് അമ്മയോട്. അമ്മ അത് മൈൻഡ് ചെയ്യേണ്ട നേരെ പോയി. ഇച്ചിരി നീങ്ങി മുന്നിൽ കഴിഞ്ഞപ്പോ പുറകിൽ നിന്ന് എന്തേ ഒരു സാധനം ചെങ്ങല വലിച്ചുകൊണ്ട് വരുന്ന പോലെ ശബ്ദമായിട്ട് ഇങ്ങനെ അടുത്തോട്ട് വന്നോണ്ടിരിക്കണം അമ്മയുടെ. ആ സാധനം അടുത്തോട്ട് വന്നോണ്ടിരിക്കണേ. അപ്പൊ അമ്മ എന്റെ മറ്റേ അന്ന് ഞാൻ മറ്റേ ഞെക്കണ ഫോൺ ഉണ്ടല്ലോ, പാട്ട് കേൾക്കണേ, ആ ഫോൺ എനിക്ക് മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ഫോൺ ഞെക്കിയപ്പോ പെട്ടെന്ന് ശബ്ദം ഇല്ലാണ്ടായി. ഞാൻ അമ്മ വീട്ടിൽ ചെന്നിട്ട് അമ്മയ്ക്ക് ഭയങ്കര പനി, 5 ദിവസം ഭയങ്കര പനി. കഴിഞ്ഞിട്ട് എന്റെ അച്ഛന്റെ അച്ഛൻ എന്തോ ഓതിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ആ പനി വിട്ടുപോയത്. അവര് പറയണ തിരിഞ്ഞു നോക്കിയായിരുന്നെങ്കിൽ സ്പോട്ട് വെട്ടി കൊന്നേനെ. എടാ ഈ ചങ്ങലമാടന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇവിടെ ഈ വീട്ടിലൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരു ദിവസം രാവിലെ എണ്ണീറ്റപ്പോ മുറ്റത്ത് മൊത്തം ഇങ്ങനെ ചങ്ങല വലിച്ചോണ്ട് പോയിക്കുന്ന പാട് കേട്ടോ. അപ്പൊ നമ്മള് ഫുൾ ആകെ എല്ലാരും വീട്ടിലെല്ലാരും പാനിക്കായി. മറ്റേ ആകെ എല്ലാരും ഇതെന്തോ സംഭവം, മുറ്റത്ത് മറ്റേ ചരലല്ലേ, അപ്പൊ ചരലിൽ കൂടി ഇങ്ങനെ ചങ്ങല വലിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന ഇത് കാണുമ്പോ, ആ ട്രേസ് കാണുമ്പോ നമ്മളാകെ മൊത്തം ഇങ്ങനെ പേടിയായി. നമ്മള് ആകെ ഇതൊക്കെ അടിച്ച് മറ്റേ തിരുമേനിയെ കാണാൻ പോണം, മറ്റേ ജോത്സ്യനെ കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോ ഉച്ചയായപ്പോ ജോളി ആന്റി പട്ടിയെ കാണുന്നില്ല. ഇവിടെ കാണാൻ വന്നോന്ന് പറഞ്ഞ് പുള്ളിക്കാരി വീടിന് ചുറ്റും നടക്കണേട്ടാ. ഞാനൊക്കെ മറ്റേ പെടുത്ത് ഇവിടെ റൂമിൽ നിന്ന് അടുക്കള പോകാൻ പേടി, മനസ്സിലായോ? ചങ്ങലമാടൻ സീൻ, മറ്റേ ആ സീൻ പട്ടിയാണെന്ന് നമ്മൾ അറിയില്ലടാ. പട്ടി ചങ്ങല പൊട്ടിച്ച വീട്ടിൽ കേട്ടാ, അതിന് കാണുന്നില്ല, വീട്ടിൽ കാണുന്നില്ല. ഇത് എല്ലാ സൈഡിൽ കൂടെ നടക്കാണ് മൊത്തം. ഇതുവഴി നാട്ടിൽ മൊത്തം പാട്ടായി ചങ്ങലമാടൻ, മനസ്സിലായോ? ചങ്ങലമാടൻ ഇറങ്ങി, അതാണ് നാട്ടിലത്തെ മെയിൻ ചർച്ചയായിരുന്നു ആ സമയത്ത്.
സംശയം അതല്ല. ആ. ഈ തലയില്ലാത്ത ആള് നിന്നെ വാസുണ്ണാന്ന് എന്ത് വെച്ചായിരിക്കും വിളിക്കണത്? അത് ശരിയാ. ഏ? തലയില്ലാത്ത ആള് വാസു എണ്ണന്ന് എന്ത് വെച്ചായിരിക്കും വിളിക്കുന്നത്? അത് മനസ്സിലായില്ലേ? ശരിയാണല്ലോ, തലയില്ലാത്ത വാസോണ്ടാ. തലയില്ലാത്ത ആള് വാസു എണ്ണാന്ന് ഇവന്റെ അവിടെ അങ്ങനെ കൊറേ സീൻ ഉണ്ടായിട്ടുണ്ട്. 2 ദിവസം പറ. ഇനി വയ്യ, ഇനി ഒരു കഥ മതിയാണ്. ഇനി പറഞ്ഞ ഞാൻ രാത്രി ഉറങ്ങില്ല, ഇതൊക്കെ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാ. അതൊക്കെ ഉണ്ടോ? നമ്മള് ഒരു ദിവസം മൂന്നാറിൽ നിന്ന് വന്നോണ്ടിരിക്കുക രാത്രിയില്. അപ്പൊ കുറച്ച് കാട് വഴിയാ വരുന്ന കേട്ടാ. അപ്പൊ വണ്ടിയുടെ ബാക്കിൽ നിന്ന് ഭയങ്കര ശബ്ദം. അപ്പൊ അളിയന് ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ ഉറങ്ങിപ്പോയിട്ട് അളിയന് വണ്ടിയുടെ പുറകെ പോയി നോക്കാൻ പേടി കേട്ടോ. നിർത്തിയിട്ട് നോക്കാൻ പേടി. അപ്പൊ സൗണ്ട് കേട്ടോട്ടേ ഇരിക്കണ്. കണ്ടിന്യൂസ് അളിയനൊരു 50 കിലോമീറ്റർ ഓടിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ എണ്ണീറ്റപ്പോഴും സംശയം പറഞ്ഞോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ എടാ നമുക്ക് ഇതിലൊന്നും വിശ്വാസമില്ല, മനസ്സിലായി. എനിക്കങ്ങനെ വിശ്വാസമുണ്ട്, അങ്ങനെ പേടിയില്ല. അപ്പൊ അവൻ വണ്ടി നിർത്തിയിട്ട് ബാക്കി പോയി നോക്കാന്ന് പറഞ്ഞു. അപ്പൊ എനിക്കും പേടിയായോണ്ട് നമ്മള് പിന്നെ വീട്ടിൽ വന്നിട്ടാ നോക്കി. അല്ലാതെ വണ്ടിയുടെ കംപ്ലൈന്റ് ആയിരുന്നു ബാക്കില്. നമ്മള് പിന്നെ ആ ഒരു ഇതിലൊക്കെ ബാലൻസ് ചെയ്ത് എന്തിനു കാട്ടിൽ വെച്ച് നോക്കണം? ഈ ഇംഗ്ലീഷ് പടങ്ങൾ കണ്ടിട്ടില്ലേ? അല്ല, എന്റെ ചോദ്യം ഇതാ, ഇംഗ്ലീഷ് പടങ്ങളിലെ പൊണ്ടച്ചികളെ കണ്ടിട്ടില്ലേ നീ? അതായത് ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളൊരു വീട്ടിൽ താമസിക്കുന്നു, അളിയ മച്ചിൽ ഒരാൾ അനങ്ങുന്നത് ഓടുന്നതായിട്ട് സൗണ്ട് കേട്ടാ അപ്പോഴേ തിരിഞ്ഞോടും. നമുക്കത് പോയി നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇംഗ്ലീഷ് പടങ്ങളിൽ എപ്പോഴും ഇവര് പോയി കഥ തുറന്നു നോക്കും. ഒരിക്കലും എടുക്കാൻ പാടില്ല, അതെടുക്കാൻ പാടില്ല. നമുക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് പേടിയാ. അതുകൊണ്ട് നമ്മള് നേരെ നമ്മുടെ വഴി നോക്കി പോവാ. ഈ ഇംഗ്ലീഷ് പടങ്ങളിൽ അവരായിട്ടാണ് ട്രിഗർ ചെയ്യണം, മനസ്സിലായോ? അവരാണ് ട്രിഗർ ചെയ്യുന്നതല്ല. ട്രൈ ട്രൂത്ത് ഓർ ഡെയർ എണ്ണ. അയ്യോ, ട്രൂത്ത് ഓർ ഡെയർ ഒക്കെ ലൈവില് പറഞ്ഞോണ്ടല്ലോ ബ്രോ. കൊണ്ടു ട്രൂത്ത് പറയാനൊന്നും പറ്റൂല. ഞാൻ കള്ളം പറയാം, അതൊക്കെ ചോദിച്ചാലും. അണ്ണൻ ട്രൂത്ത് വെച്ച് കള്ളം പറഞ്ഞിട്ടുണ്ടോ അണ്ണാ? അവർക്ക് ഇംഗ്ലീഷ് ട്രൂത്ത് വെച്ച് കള്ളം പറഞ്ഞിട്ടുണ്ടോ? എടാ, ലോകത്തെ എല്ലാ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള ഡാർക്കർ സൈഡ് ഉണ്ട്, പേഴ്സണൽ സൈഡ് ഉണ്ട്. നെവർ എവർ ഗോണ റിവീൽ ദാറ്റ്. ഒരാളും ചെയ്യൂല. എത്രയൊക്കെ സത്യം പറയാന്ന് പറഞ്ഞാലും നമ്മുടെയൊക്കെ ഒരു ഇന്നർ ഡീപ്പില് നമ്മുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ കുറച്ച് കാര്യങ്ങളുണ്ടാവും. അത് എത്ര ട്രൂത്ത് ഓർ ഡെയറിൽ പറയാൻ പറഞ്ഞാലും പറയത്തില്ല. ഞാൻ പറയത്തില്ല. ഞാനും പറയത്തില്ല. ടു ബി ഓണസ്റ്റ്, ഞാൻ പറയത്തില്ല. ഞാൻ ട്രൂത്ത് ഓർ ഡെയർ കളിച്ചപ്പോ ഫുൾ കള്ള പറഞ്ഞത്. ബാബു നല്ലൊരു റെലവന്റ് ടോപ്പിക് പറയാം. ബാബുവിന് കുറച്ച് ഐഡിയ ഒക്കെ ഉള്ള ആളാ. ഞാൻ ഒരു കാര്യം പറയാം. അറിയാമെങ്കിലും ഇല്ലെങ്കിൽ ആ ടോപ്പിക്കിനെ പറ്റി അങ്ങ് സംസാരിക്കണം. അതായത് ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞില്ല, അപ്പൊ അത് പുച്ഛിക്കണ്ട, ശരിക്കുള്ളതാണ്. അതായത് ശരിക്കും നമ്മുടെ മനുഷ്യരെ കൂടെ ഏലിയൻസ് ജീവിച്ചിരിപ്പുണ്ട്, മനസ്സിലായില്ലേ? നമ്മളെല്ലാരും മനുഷ്യരല്ല, ഈ കൂട്ടത്തിലുള്ള എല്ലാരും മനുഷ്യരല്ല. മനുഷ്യരുടെ കൂടെ ഏലിയൻസ് ജീവിച്ചിരിപ്പുണ്ട്. ഇത് ഞാൻ ശരിക്കും ഉണ്ട്. മറ്റേ ഒബാമയുടെ സെക്യൂരിറ്റി ഗാർഡ് ആയിട്ടുള്ള ഒരാള് ഏലിയൻ ആണെന്ന് പറഞ്ഞത്. അത് മറ്റേ അയാള് മറ്റേ കോട്ട് ഇടുമ്പോഴും ഓരോ അയാളുടെ പിക്ചേഴ്സ് എടുത്ത് വെച്ചിട്ട് അത് കൊറേ ഇതില് മൊത്തത്തിൽ ഇന്റർനെറ്റ് വൈറലായിരുന്നു ആ സാധനം. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ മനുഷ്യന്റെ ഇടയ്ക്ക് ഏലിയൻസ് ജീവിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? കാരണം എന്ന് വെച്ചാൽ ഇവരൊരു സമയമാകുമ്പോഴത്തേക്ക് റിവീൽ ചെയ്യാനായിട്ട് ഇരിക്കുവാണ് ഇവരൊരു സമയമാകുമ്പോഴത്തേക്ക്. കാരണം അണ്ണൊന്നും ചിന്തിച്ചാണ്, ഇപ്പം അന്ന് ഈജിപ്റ്റ് പോലൊരു സാധനം പണിയണമെങ്കിൽ ഉള്ളൊരു ഇത് പിരമിഡ് അത് തന്നെ. അത് ഈജിപ്റ്റ്, ആ കൺട്രിയുടെ പേരില്ല ഈജിപ്റ്റ്. അപ്പൊ ഈ ഈജിപ്തില് പിരമിഡ് പോലൊരു സാധനം പണിയണമെന്നുണ്ടെങ്കിൽ നോർമലി എന്തായാലും അന്നത്തെ ഒരു ടെക്നോളജി കൊണ്ട് പറ്റത്തില്ല അണ്ണാ. അതെന്താ പറ്റാത്ത? അന്നത്തെ ഒരു ടെക്നോളജി കൊണ്ട് പറ്റൂലണ്ണ. അതെന്താ പറ്റാത്തെന്ന് പറ. പറ്റൂല. അതെന്തുകൊണ്ടാ പറ്റാത്തെന്ന് പറ. പറ്റൂല. അതെന്തുകൊണ്ടാ പറ്റത്തില്ല? അതെന്തുകൊണ്ടാ പറ്റത്തില്ല? അത് എടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എടാ, ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഈ കാണുന്ന കുറെ കാര്യങ്ങള്, ബുർജ് ഖലീഫ ആയിക്കോട്ടെ, ബുർജ് ഖലീഫ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. അത് പണിയുന്നിടം വരെ അങ്ങനെ പറഞ്ഞാൽ പണിയാൻ പറ്റത്തില്ലെന്ന് എല്ലാരും പറയത്തുള്ളൂ. ശരിയാ. ഒരു സാധനം നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് കൊണ്ടുവരുന്ന സമയത്ത് 100 പേരുണ്ടാവും അതിന് കാരണം പറയാൻ. ബുർജ് ഖലീഫ എന്ന് പറയുന്ന ബിൽഡിങ് ഉണ്ടാവുന്നിടം വരെ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അത് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പറ്റും എന്ന് ബാക്കിയുള്ളവര് അംഗീകരിക്കുന്ന കാലം. അതുപോലൊരു കാലത്ത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് മനുഷ്യന്മാർ തന്നെ നിർമ്മിച്ച സാധനമാണെങ്കിലോ
അതും ശരിയാണ്, അത് ശരിയാണ്. ദാറ്റ്സ് ദ പോയിന്റ് ബ്രോ. പക്ഷെ അതിന്റെ ചുവരുകളിൽ എഴുതി വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ ഈ ഏലിയൻസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അതിപ്പോ ആരെങ്കിലും എഴുതിയതാണ് അല്ലേ ഇങ്ങനെ കൊത്തി. അല്ല ഇപ്പൊ എഴുതാൻ പറ്റില്ല. ഇപ്പൊ പിരമിഡില് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റൂല. പണ്ട് പണ്ടത്തെ അത്ര സ്ട്രോങ് ഇല്ല. അതിപ്പോ Dot level bro, thank you so much for the 10 individual membership. കണ്ണാപ്പി പൊടാറങ്ങി ഏലിയൻസിനെ ഒരു ഈജിപ്തിലെ ഒരു കുഞ്ഞുപേരാ. ഇല്ല, എന്താ ദീപം എന്ന് പറഞ്ഞേ? KGF-ലോ? അങ്ങനെ ഒരു സ്ഥലമുണ്ട് ശരിക്കും. അത് ഈ നമ്മള് സിനിമയിൽ കാണുന്ന സെയിം സാധനമാണോ? അല്ലല്ലോ. നറാച്ചി ഉണ്ട് ശരിക്കും. അത് ഒരു മൈനിങ് സ്ഥലമുണ്ട് അവിടെ ഈ മനുഷ്യന്മാരെയൊക്കെ ക്രൂവലായിട്ട് തന്നെയാണോ ഇത് അല്ല. ചെയ്തിരിക്കുന്നത്? അത് KGF-ലേ കാണിക്കത്തുള്ളൂ. അല്ലാതെ ഇതില് ക്രൂവൽ അല്ലാതെ ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. ഒരു ഇതുപോലെ ഉണ്ട് വലിയൊരു KGF എന്ന് പറഞ്ഞ ഒരു നറാച്ചി പോലെ ഉണ്ട്. ആണല്ലേ? അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതെന്ന് ഈ KGF ഒക്കെ ഉണ്ടായെന്ന് വെച്ചാൽ ഈ പാവപ്പെട്ട കർഷകരുണ്ടല്ലോ, ഈ എന്തെങ്കിലുമൊക്കെ ഈ അരി നടാനും എന്തെങ്കിലും കാര്യത്തിനെ കുഴിക്കും. അപ്പം ഈ കുഴിക്കുന്ന സ്ഥലം അല്ലെ ചിലപ്പോ കിണറിനായിരിക്കും, കുഴിക്കുന്ന സ്ഥലത്തായിരിക്കും ഈ ഒരു സ്വർണം കണ്ടെടുക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അന്ന് നമ്മളൊരു കർഷകനായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മളൊരു KGF-ന്റെ ഓർമ്മ. ഇതുപോലെയാണ് അമ്പത്തൂര് കിണർ ഒഴിക്കുമ്പോ മറ്റേ എണ്ണ കിട്ടാൻ നോക്കിയിരിക്കുന്നത്. അമ്പത്തൂര് ഇപ്പൊ വീട് മൊത്തം കിണറാ, 4 കിണറുണ്ട്. ഞാൻ കാര്യം പറയട്ടെ, മറ്റേ പത്രത്തിൽ വന്നില്ലേ കൊല്ലത്ത് പെട്രോൾ ഉണ്ടോന്ന്? അതിന് 4 കിണർ 50 കിട്ടി. വൈകുന്നേരം വിളിച്ചിട്ട് കാശുവല്ല ആവശ്യമുണ്ട്, അടുത്ത മാസം തൊട്ട് പൈസ എന്തെങ്കിലും ആവശ്യമുണ്ട് അണ്ണൻ പറയണം. അടുത്ത മാസം തൊട്ട് ഇവിടെ എണ്ണയുണ്ട്, എന്താവശ്യം ഉണ്ടെങ്കിലും ഈഗിൾ ബ്രോ എന്നെ വിളിച്ചാൽ മതി. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അടുത്ത മാസം ഫോർച്യൂണർ ഒന്ന് കൊണ്ടുവരണം, ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചു തരാന്ന് പറഞ്ഞു. അതായത് ബാബു ആ ഒരു ആഴ്ച, അതായത് ഈ ന്യൂസിലൊക്കെ പറഞ്ഞ് കൊല്ലത്ത് എണ്ണ ഉണ്ടെന്ന് പറഞ്ഞതിന്റെ അന്ന് തൊട്ട് പയ്യൻ ആ ഒരു ലെവലില കാര്യങ്ങളൊക്കെ. രാത്രിയിൽ പോർഷയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് പോർഷ് കസ്റ്റമൈസ് ചെയ്യുന്നു. BMW ഓൺ റോഡ് പ്രൈസ് അല്ല ഷോറൂമിൽ വിളിച്ചിട്ട് ചോദിക്കും റെഡി ക്യാഷ് തന്നാ എത്ര ദിവസത്തിനുള്ളിൽ ഇറക്കി തരാൻ പറ്റും. അവര് തിരിച്ചു വിളിക്കും. ഇപ്പൊ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കണം. BMW ഷോറൂമിൽ AC ഉള്ള മോഡലിന് എത്രയാന്ന് ചോദിച്ചാൽ അവൻ വിളിച്ചിട്ട് ആദ്യം KPF കൊല്ലം പെട്രോൾ ഫീൽഡ്. എന്തൊക്കെ ഐറ്റങ്ങളാണല്ലേ. അയ്യോ അമ്മോ. ഒരു കിണ്ണം കാച്ചി ടോപ്പിക് ഉണ്ട്. വെള്ളാനെ കണ്ടിട്ടുണ്ടോ? വെള്ളാനെ ഇല്ല. വെള്ളാനെ കണ്ടിട്ടില്ല? സൂയില് കണ്ടിട്ടുണ്ട്. സൂല് അല്ല കണ്ടിട്ടില്ലേ? അല്ല വെള്ളാനല്ലേ ഐരാവതം എന്ന് പറയണേ? പക്ഷെ ആ സൂലുള്ള ആനയൊക്കെ ഇപ്പം കറപ്പായി. അതെങ്ങനെ? അല്ല അത് കറപ്പായി. അത് ഇവിടുത്തെ കലാമിറ്റി ക്ലൈമറ്റ് കാരണം അത് ഇതായി. അത് പ്രോപ്പർ ഇപ്പൊ വൈറ്റ് അല്ലാണ്, എന്നാലും ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നതേ ഉള്ളു. ശരിക്കുള്ള വെള്ളാനൊക്കെ ഉണ്ട്, ശരിക്കുള്ള നല്ല രസം അതിനെ കാണാൻ. ഭയങ്കര പ്രശ്നമല്ലേ എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ നമ്മൾ അങ്ങനെ കാണുകയും ചെയ്യും. അത് മതി. അല്ല അങ്ങനല്ല, ഓരോരുത്തരും ഒരു ഭംഗിയില്ല അണ്ണാ. ഇപ്പം വരയം പുലി, വരയില്ലാത്ത പുലിയുണ്ട്, സിംഹം. വരയം പുലിയിൽ വരയില്ലാത്ത പുലി. വരയില്ലാത്ത പുലിയുണ്ട്. വരയം പുലിയിൽ തന്നെ വരയില്ലാത്ത പുലി. വരയം പുലി ഇതിൽ തന്നെ വരയില്ലാത്ത പുലിയുണ്ട്. വരയില്ല ഫുൾ ഇതാണ്. അതിന് സിംഹത്തിന്റെ പെണ്ണാണോ? അതിനെ പുള്ളി എന്നാണോ പറയുന്നേ? സിംഹത്തിന്റെ പെണ്ണിന് താടിയില്ലല്ലോ. സിംഹത്തിന്റെ പെണ്ണിന് താടിയില്ല. ഇല്ല ഇല്ല. ഉണ്ടോ? മനുഷ്യര് പെൺപിള്ളേർക്ക് താടിയുണ്ടല്ലോ മനുഷ്യരിൽ. ഇവ എന്തിനു നീ ഉറക്കം വേണ്ടിട്ട് വന്നതാണ് ഇപ്പൊ? നിനക്ക് ബോധം വന്നോ? ബോധമുണ്ട്. അല്ല സിംഹത്തിന്റെ പെണ്ണിന് താടിയില്ലല്ലോ. ഇല്ലല്ലോ. പെങ്ങൾക്ക് താടിയുടെ കാര്യം എന്തിനിപ്പോ പറഞ്ഞു? നമ്മളിപ്പോ എന്തോ പറഞ്ഞു തുടങ്ങിയത്. ഇവിടെ എവിടെ മയില് വരാം. വന്നിട്ടുണ്ടോ? ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പുറം അപ്പുറത്തൊക്കെ മയിലുണ്ട്. ഇവിടെ എന്റെ അവിടെ വന്നിട്ടുണ്ട്. എവിടല്ലേ? ഇവിടെ അപ്പുറം എല്ലാം ഉണ്ട്. പരുന്ത് വന്നിട്ടുണ്ടോ? പരുന്തും ഉണ്ട്. അണ്ണൻ പരുന്തിനെ ഇവിടെ ഇങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേ വീട്ടില് കൂട്ടി ഇട്ടിട്ടുണ്ടോ? വീട്ടിലെടുത്ത് ഊണും കഴിച്ചാ വിട്ട. ഞങ്ങള് ഒരു ദിവസം പപ്പ മരം മുറിച്ച സമയത്ത് ഒരു പരുന്തിനെ കിട്ടി. അതിനെ നമ്മളിവിടെ കൊണ്ടുവന്ന് അതിന്റെ കാല് ചിറകിന് എന്തോ പറ്റിയായിരുന്നു. എന്നിട്ട് നമ്മള് കുറച്ച് ദിവസം ഫുഡൊക്കെ കൊടുത്ത് ഓക്കെ കഴിഞ്ഞപ്പോ തന്നെ പറന്നുപോയി. ഇല്ല പണ്ട് ഈ തെങ്ങിന്റെ പൊത്തിന്നൊക്കെ അണ്ണ അത് വലിഞ്ഞിട്ടുണ്ട് മറ്റേ മൈനെ എടുക്കാനായിട്ട്. ഇല്ലടാ ഇവിടെ ഉണ്ടല്ലോ എപ്പോഴും പപ്പ എപ്പോഴും പറയും ഈ എന്തൊക്കെ ചെയ്താലും പക്ഷികളെ വീട്ടിൽ വളർത്തരുത്. കാരണം അവർക്ക് ഭയങ്കരമായിട്ട് ലിമിറ്റ് ചെയ്യുക നമ്മളവരെ. അപ്പൊ അത് ഇവിടെ ആരും ഇവിടെ
ഇവരെല്ലാം ഭയങ്കര പെറ്റ് ലവേഴ്സാ. ആ, ആ. പക്ഷെ കിളി അങ്ങനത്തെ ഇതിനൊന്നും വളർത്തത്തില്ല. ഓ അങ്ങനെ. ഇവർക്ക് ഡോഗ്സ് അതൊക്കെയാണ് താല്പര്യം. ഇതിനെ പൂട്ടിയിട്ട് വളർത്തിയാൽ വീട്ടിൽ എന്തൊക്കെയോ ദോഷം ഉണ്ടാവും എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഓ അതെനിക്ക് അറിഞ്ഞൂടാ. കാരണം അത് നമ്മള് ഇപ്പൊ നിന്നെ ഫോർ എക്സാമ്പിൾ ആ. ആ ഇതുപോലെ ഈ സെയിം ഒരു കറക്റ്റ് ആയിട്ട് പറയാം. അല്ല എനിക്ക് എക്സാമ്പിൾ അറിയണ അപ്പൂപ്പൻ ഇതുപോലൊരു ശാപം ഉണ്ടായിരുന്നു. എന്റെ വീട്ടിൽ ഒരു പട്ടി ഉണ്ടായിരുന്നു, കൈസർ എന്നായിരുന്നു പേര്. കൈസർ 7 വർഷമുണ്ട്. അപ്പൊ ഈ കൈസർ ഉണ്ടായിരുന്ന കൂട്ടത്തിൽ തന്നെ ഒരു പെമ്പട്ടിയെ മേടിച്ചത്, ഡയാന. അപ്പൊ ഈ കൈസറും ഡയാന ഇഷ്ടത്തിലൊക്കെ ആയിരുന്നു. അപ്പൊ ഇവരെ ഒരുമിച്ച് അപ്പൂപ്പ അയച്ചൊന്നും വിടത്തില്ല. അങ്ങനെ ഈ കൈസർ 7 വർഷം ബ്രിഡ്ജിനടിച്ചെത്തുപോയി. അതിന്റെ ശാപം അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. അപ്പൂപ്പ അത് അപ്പൂപ്പ അതിന്റെ അടുത്ത വർഷം പോയി. അടുത്ത വർഷം പോയി. അത് ശാപം. അത് നമ്മളൊരു അണ്ണാ ഒരിക്കലും അത് ചെയ്യരുതാണ്. അപ്പൊ എപ്പോഴും നമ്മൾ പട്ടികൾക്ക് പട്ടികളുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ വിട്ടുകൊടുക്കണം. പട്ടികൾക്ക് അപ്പൂപ്പനും വെർജിൻ ശാപം കിട്ടിയല്ലേ? ഇത് അപ്പൂപ്പനും വൃദ്ധൻ ശാപം അതൊരു ശാപമാണെന്ന് ഒന്നാലോചിച്ചേ. നമ്മള് ഒരു പട്ടിയാണല്ലോ, എന്ത് മനുഷ്യജീവനാണെങ്കിലും 7 വർഷമൊക്കെ ജീവിച്ചിട്ട് വൃദ്ധനായിട്ടിരിക്കുന്ന ഒരവസ്ഥ. ഒരു പട്ടി. നിനക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് 21. വെർജിൻ ആണോ നീ? 21 വർഷം നീ ജീവിച്ചില്ലേ വെർജിൻ ആയിട്ട്? അപ്പൊ 7 വർഷം പട്ടിക്ക് ജീവിച്ചു. പട്ടിയുടെ ആയുസും നമുക്ക് ഇനി പട്ടിയുടെ ലൈഫ് സ്പാൻ 7 വർഷം 10 വർഷം കണ്ടല്ലേ ഉള്ളടാ. അത് മനസ്സിലാക്കണം. കണ്ണാപ്പിക്ക് 19 വർഷം വരെ ഇല്ലേ? ചേട്ടാ ഈ ലൈഫ് സ്പാനിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ ചേട്ടാ? നമുക്ക് എന്ത് ഗ്യാരണ്ടി ഉണ്ട്? നമ്മൾ എത്ര ഈ ഓക്കെ ആവറേജ് നമ്മള് എല്ലാം ഒരു വിശ്വാസത്തിന്റെ അതല്ല ഞാൻ പറയുന്നത് വെച്ചാൽ ഫാക്ച്വലായിട്ട് സംസാരിക്കുന്ന സമയത്ത് പട്ടിക്ക് ഒരു പട്ടിക്ക് 13-15 വർഷം വരെ ഉള്ള ലൈഫ് സ്പാൻ മാക്സിമം. മനുഷ്യന്മാർക്ക് അത് മനുഷ്യൻ ചാവോ മരിക്കോ അത് പിന്നത്തെ കാര്യം. പക്ഷെ ലൈഫ് സ്പാൻ ഉണ്ടല്ലോ 19 വയസ്സ് വരെ. അല്ലാണ് എല്ലാ ഒരു വിശ്വാസത്തിന്റെ പുറത്തല്ലേ ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ പോവാ. വേറൊരു കാര്യം പറയട്ടെ. അല്ലല്ല ബാബു, ഈ അപ്പനപ്പൂപ്പന്മാരൊക്കെ ചെയ്തത് ഫ്യൂച്ചർ തലമുറക്കാ കിട്ടുന്നത് കേട്ടിട്ടുണ്ട്. അവർക്കത് കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആണോ? അങ്ങനെ അങ്ങനെ ഒരു തിയറി ഉണ്ട്. ഈ അപ്പനപ്പൂപ്പന്മാരൊക്കെ ചെയ്തത് നമ്മള് പഴയക്കാരൊക്കെ പറഞ്ഞിട്ടില്ലേ, ഇതിനൊക്കെ നിന്റെ വരും തലമുറയായിരിക്കും ഇതിനൊക്കെ അനുഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു തലമുറ ഉണ്ടെന്ന് അവൻ അറിഞ്ഞൂടാ ആ പട്ടിക്ക്. അങ്ങനെ തലമുറ ഉണ്ടെന്ന് ആ പട്ടിക്ക് അറിഞ്ഞൂടാ. ഇല്ല. അപ്പൊ നിന്റെ അപ്പൂപ്പന് കഴിവില്ലെന്ന് പട്ടിക്കും അറിയാം. എടാ ഇതൊക്കെ ചിലപ്പോ നിന്നെ ആയിരിക്കും ബാധിക്കുന്നത്. ഇവൻ പറഞ്ഞ കണക്ക് വെച്ചാണെങ്കിൽ ഇവന്റെ അപ്പന് നല്ല പരിചയം ഇവന്റെ അച്ഛനായിരുന്നു. അങ്ങനെയാണ് നമ്മൾ സംശയിക്കുന്നത്. സത്യം കളിക്കാൻ പ്രലോഭിപ്പിച്ച അപ്പൂപ്പനെ കേട്ടില്ല. GTA കളിക്കാൻ പ്രലോഭിപ്പിച്ച അപ്പൂപ്പനായിരുന്നു. നിന്നെ GTA കളിക്കാൻ പ്രലോഭിപ്പിച്ചത് അപ്പൂപ്പനാ? ഞാൻ ഗെയിം കളിക്കുമ്പോ അപ്പൂപ്പൻ ഒരെതിരും പറയത്തില്ല, ഫുൾ സപ്പോർട്ടായിരുന്നു. അവൻ ചിലപ്പോ അതിൽ കൂടാണല്ലോ രക്ഷപ്പെടുന്നതെന്നൊക്കെ പറയായിരുന്നു വീട്ടില്. പറയായിരുന്നു. എന്നിട്ട് സ്ട്രീം ചെയ്തിട്ട് ഒരു 10 വയസ്സിന് ഉപകാരം പുള്ളിക്ക് ഒരു നാരങ്ങ വെള്ളം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ PC എന്റെ വീട്ടിൽ വരുന്നതിന് 2 ദിവസം മുമ്പേ അപ്പം പോയി. അയാൾക്കറിയാം വയ്യാതായി. PC വീട്ടിൽ വരുന്നത് 2 ദിവസം മുമ്പാണ്. ഞാൻ അതൊക്കെ പറയുന്നില്ലാണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു ഡിപ്രഷനിൽ ഞാൻ കളിച്ചു തുടങ്ങിയ ഗെയിമാണ് GTA 5. എന്റെ അപ്പൂപ്പൻ. അപ്പൊ നീ അതിനു മുമ്പ് എന്തിലായിരുന്നു കളിക്കുന്നത്? അതിനു മുമ്പ് ഒന്നിലും കളിക്കില്ല. പിന്നെ എങ്ങനെ അപ്പൂപ്പൻ? എന്റെ ഒരു PC ഉണ്ടായിരുന്നു, ഞാൻ കളിക്കുമായിരുന്നു. ആ ഗെയിം കളിക്കുമായിരുന്നു ഇഷ്ടംപോലെ. അതിന് മുമ്പ് എന്റെ ഒരു കുഞ്ഞു PC ഉണ്ടായിരുന്നു. ബിയർ ഗ്ലാസ്സിലൊക്കെ കാപ്പി കുടിക്കുന്നേ ചേട്ടാ? ഇത്രയും ക്വാണ്ടിറ്റിയിൽ കുടിച്ചോണ്ടിരിക്കുക. അതാ സത്യം പറഞ്ഞ പണ്ട് ഈ നമ്മുടെ അപ്പൂനപ്പന്മാര് ഈ 4 രൂപ 10 രൂപയ്ക്കൊക്കെ സെന്റ് വിറ്റില്ലായിരുന്നു. എന്തോ ഒരു ഏക്കർ ഉണ്ടായിരുന്നല്ലേ ഇപ്പൊ? സെന്റ് എന്ന് പറഞ്ഞാൽ പെർഫ്യൂം സെന്റല്ല, മറ്റേ ഏക്കറൊക്കെ വിൽക്കത്തില്ല. 4 രൂപയ്ക്കൊന്നും ഒരാള് ഏക്കർ വിറ്റിട്ടില്ല. 4 രൂപയ്ക്കൊന്നും ആരും വിറ്റിട്ടൊന്നും ഇല്ല. 6 സെന്റ് വിറ്റിട്ടില്ല. എന്റെ അപ്പൂപ്പൻ വേണ്ട. ഏക്കർ ഇത്ര രൂപയ്ക്ക് എന്തോ 10-100 രൂപയ്ക്ക് എന്തോ 100 രൂപയ്ക്ക് ഏക്കർ വിറ്റ. 100 രൂപയ്ക്ക് ജോക്കി തന്തയ്ക്ക് വിളിക്കണമെന്നില്ല, നല്ല വിളി വിളിക്കണം. അല്ലണ്ണാ ഇന്നത്തെ ഒരു 1 ലക്ഷം രൂപയുടെ വിലയിലാണോ പണ്ട് കാലത്ത് 100? ഇന്നത്തെ 1 ലക്ഷം രൂപയാണോ പണ്ടത്തെ 100 രൂപയുടെ? അപ്പൂപ്പന്റെ അപ്പൂപ്പൻ മനസ്സിലായോ? എടാ ഈ ഉണ്ടാക്കുന്ന എഫേർട്ട് മാത്രമേ ചേഞ്ച് ആകത്തുള്ളൂ, മണിയുടെ വാല്യൂ ഒരിക്കലും മാറത്തില്ല. അന്നത്തെ 100 രൂപ ഇന്നത്തെ 100 രൂപ. പക്ഷെ അത് രണ്ടും ഉണ്ടാക്കുന്നതിനുള്ള ഒരു അപ്പോഴും അവിടെ പൈസയുടെ വാല്യൂ വരുമല്ലോ. ജോക്കി 5-10 വർഷം മുമ്പ് ജോക്കിയുടെ 100 രൂപ ഉണ്ടെങ്കിൽ ഇന്നും അത് 100 രൂപ തന്നെയാ.
പക്ഷെ അത് ഉണ്ടാക്കുന്ന എഫേർട്ട് ഇതുമാണ് എഫേർട്ട് വ്യത്യാസം. വ്യത്യാസമുണ്ട്. നമ്മൾ കയ്യിൽ പൈസ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഇപ്പൊ ജോക്കി ഇപ്പൊ കയ്യിൽ 100 നോട്ടുണ്ടെങ്കിൽ 10 വർഷം കഴിഞ്ഞ് 100 നോട്ടുണ്ടെങ്കിൽ അതിന് 100 രൂപയുടെ വാല്യൂ ഉള്ളൂ. പക്ഷെ അന്നും ഇന്നും ഇതിന്റെ മണിയുടെ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അതായത് അത് ഉണ്ടാക്കാനുള്ള എഫേർട്ടിന് ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അങ്ങനെയല്ല, പൈസയുടെ വാല്യൂ കുറയുമല്ലോ, മൂല്യം. അതായത് സാധനങ്ങളുടെ വാല്യൂല് ഹൈക്ക് വന്നിട്ട് പൈസയുടെ വാല്യൂ തിരിച്ചു വരൂലേ? എടാ അത് തന്നെ പറയണേ. ബാധകമല്ലേ? അല്ല അതല്ല ഞാൻ പറയണേ. ഞാൻ പറയണേന്ന് കാരണം ജോക്കിയുടെ ഒരു 100 നോട്ട് ഉണ്ടെങ്കിൽ അത് 5 വർഷം കഴിയുമ്പോൾ 100 നോട്ട് തന്നെ ആണെങ്കിൽ അതിന് 100 നോട്ടിന്റെ വില എല്ലാം ഉണ്ടാവുള്ളൂ. ചിലപ്പോ ഈ 100 അല്ല, പൈസയുടെ വില മാറിയില്ല. 100 രൂപയ്ക്ക് അന്ന് ശരിക്കും പറഞ്ഞാൽ 100 ഇപ്പൊ ഉള്ള 10ന്റെ ഫ്രൂട്ടി അന്ന് 20 രൂപയാവും. എടാ അത് ശരിയാ, അതാ ഞാൻ പറയണേ. ആ സമയത്ത് 100 രൂപ ഉണ്ടാക്കാൻ പുള്ളി അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ അത് കയ്യിൽ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ആ കോയിന്റെ വാല്യൂ 10 വർഷം കഴിയുമ്പോഴും അതാ പറഞ്ഞ ആ കോയിന്റെ വാല്യൂ 10 വർഷം കഴിയുമ്പോഴും അത് തന്നെയല്ലേ എന്നാ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈഗിൾ ബ്രോ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആ 10 രൂപയ്ക്ക് 100 രൂപയ്ക്ക് വിറ്റത് ആ 100 രൂപയ്ക്ക് വിറ്റത് അന്ന് ആ വിലയിലും അതിനുള്ളൂ, അതല്ലേ കിട്ടുള്ളൂ. അല്ലാതെ ഇന്ന് വരെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ഇത്രയും സംസാരിച്ചാൽ ഏറ്റവും ഫെയിലിയർ ടോപ്പിക് ഇതായിരുന്നു. ഇതിനെ പറ്റി സംസാരിക്കാം. സത്യം കേട്ടോ. ഇത് ഫെയിൽ ആയതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇവന്റെ കുടുംബം ഫെയിൽ ആയത്. ആൾക്കാർ ഫ്രീ ആയിട്ട് ജോലി ചെയ്യുന്ന അണ്ണൻ എന്റെ ഫ്രണ്ട് ഒരു കെട്ട് ബീഡിക്ക് 1.5 ഏക്കർ ലാൻഡ് വിറ്റിട്ടുണ്ട്. ഇത് സത്യമാണ്. ഇപ്പോഴും നമ്മൾ ഈ കഥ പറഞ്ഞു ചിരിക്കും. അതാണ് പറഞ്ഞത്. അന്ന് 100 രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ എമൗണ്ട് ആണ്. അന്ന് 1000 രൂപ കൊടുത്തു ഒരു കെട്ട് ബീഡിക്ക് 1.5 ഏക്കർ സ്ഥലോ? അന്ന് ഇത്രയും ചിന്തിച്ചാൽ മതി. അന്ന് മറ്റേ 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അംബാസിഡർ കിട്ടും. അപ്പം മണിയുടെ വാല്യൂ ആണ് ശ്രദ്ധിക്കും ബ്രോ. ഇത് സത്യമാണോ? ഓ പിന്നെ അന്ന് വീഡിയോ കളിക്കണ്ടേ. വിഷ്ണു നാരായൺ ബ്രോയ്ക്ക് എത്ര വയസ്സുണ്ട്? ആയിരിക്കും. അപ്പൊ വിഷ്ണു നാരായണൻ ബ്രോയ്ക്ക് എത്ര വയസ്സുണ്ട്? എങ്കിൽ ആരെങ്കിലും ഈ അക്കൗണ്ട് കയറി നോക്കാം. ഷിബിൻ ബ്രോ ചെക്കൗട്ട് ചെയ്യാം. വിഷ്ണു നാരായൺ ബ്രോ ലൈക്ക് ഒരു 5-6 കെട്ട് ബീഡി എന്റെ ഉണ്ട്. പുള്ളി എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞാ മതി. ബീഡിയും വാങ്ങിച്ചു കൊടുത്ത് നീയും കൂടെ പോയാൽ പോലും ഇപ്പൊ അത് കിട്ടൂല ബാബു. ഒരു സംശയം. ഞാൻ ഇപ്പൊ അതല്ലേ പറഞ്ഞത്, കറക്റ്റ് കാര്യമല്ലേ പറഞ്ഞത്. അണ്ണൊന്നും ആലോചിച്ചേ, അന്ന് 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു അംബാസിഡർ കാർ കിട്ടും. 1000 രൂപയ്ക്ക് അംബാസിഡർ കാർ കിട്ടും. അന്ന് 1000 രൂപ ഉണ്ടാക്കാൻ എന്തോരം പണിയെടുക്കണം. അതുപോലെ ഞാൻ പറഞ്ഞു. അപ്പൊ 100 രൂപയ്ക്ക് ഒരേ കിട്ടൂടെ? അന്ന് ഭൂമി എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടാത്തൊരു സാധനമാണ് അന്ന്. ആർക്കും വേണ്ട. അന്ന് ഒരു ഇത്ര ഏക്കർ എന്നൊക്കെ പറയുമ്പോ ആർക്കും വേണ്ടാത്തൊരു സാധനം തന്നെ ആയിരുന്നു അന്ന്. അതിപ്പം പറയാൻ ശരിയാട്ടോ. ഇത്രയും പിള്ളേരെയൊക്കെ ഉണ്ടാക്കി തരുന്നൊന്നും ആരും പ്രതീക്ഷിച്ചില്ല. ആഹാരം മാത്രമായിരുന്നു അവർക്ക് വേണ്ടത്. അവർക്ക് അതിനുവേണ്ടിയാണ് ഇവർ ഈ 100 രൂപയ്ക്ക് ഏക്കർ വെക്കുന്നത്. അവിടെ അന്ന് ഒരു ദിവസം എങ്ങനെ ഇവര് ജീവിച്ചു പോവാ അതിനു വേണ്ടിയിട്ടാണ് കൂടുതൽ കഷ്ടപ്പെടുന്നത്. അല്ല നീ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ആലോചിച്ചിട്ടുള്ള എനിക്ക് ഭയങ്കര ഡൗട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങള് ഞാൻ പറയാം കേട്ടോ. ഒന്ന്, ഈ നമ്മുടെ അപ്പനപ്പന്മാർക്കൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ വീടിന്റെ ആധാരം ഇതൊക്കെ ഇല്ലേ? അപ്പൊ ഇത് ആദ്യമായിട്ട് ആരായിരിക്കും ഇത്ര സ്ഥലം എന്റെയാ എന്ന് പറഞ്ഞ് അത് ആരായിരിക്കും അപ്രൂവ് ചെയ്ത് കൊടുത്തേ? അത് ശരിയാണ് അല്ലേ? അത് ശരിയാണ്. അല്ല അതെങ്ങനെയാ അറിയാവോ? ഈ ഗവൺമെന്റ് ഉണ്ടാവുന്ന സമയത്ത് ആരുടെയിലൊക്കെയാണോ സ്ഥലം ഉള്ളത് അവർ പിടിച്ചെടുത്ത അത്രയും. ഈ മുദ്രപത്രത്തിന്റെ ഫൗണ്ടർ ആരായിരിക്കും? അല്ല എന്നാലും ബാബു ഇതിന്റെ ഒരു ബേസിക് സ്റ്റാർട്ട് എവിടുന്നായിരിക്കും? ഇത്ര സ്ഥലം എന്റെയാ എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളി ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കുന്നു. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിൽ അവർ അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നേ? അത് രാജഭരണ കാലത്തല്ലേ വന്നത്? അത് ഈ രാജഭരണ അതെങ്ങനെ അറിയാവോ? അവരെ കയ്യിൽ എത്ര രൂപ ടാക്സ് അടയ്ക്കാൻ ഉണ്ടാവും. മറ്റേ അന്നത്തെ കാലത്ത് മറ്റേ ഇത് കെട്ടി വെക്കാൻ ഉണ്ടാവും. അത്രയും സ്ഥലം അവർക്ക് കൊടുക്കും. അങ്ങനെയാണെന്ന് എന്റെ ഓർമ്മ. ഓലത്താളിയില്ലേ രാജാവിന്റെ? അതിലാണ് ഫസ്റ്റ് ഈ മുദ്രപത്രവും കരാറും ഒക്കെ ജനിച്ചത്. അതിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം രാജാവിന്റെ അണ്ണ എന്തെങ്കിലും മേടിക്കുക, രാജാവ് ഒരു ഓലത്താളി എടുത്ത് അണ്ണന്റെ തരും. അതാണ് അണ്ണന്റെ പിന്നെ ഉറപ്പ്. രാജാവാണോ കൊടുത്തത്? ഇത്രയും ആൾക്കാർ അതേപോലത്തെ രാജാവൊക്കെയാണ് പറ്റിക്കും. അതേപോലത്തെ രാജാവൊക്കെയാണ് പറ്റിക്കും. കൊള്ളാം, നല്ല ഡിസ്കഷൻ. അത് നല്ല ഡിസ്കഷൻ. ഇതൊക്കെ പഠിച്ചിട്ടല്ലേ നമ്മളെല്ലാത്തിനും കേൾക്കുന്നത്. ഏരിയ 51 ഭയങ്കര കോംപ്ലിക്കേറ്റഡ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതിനകത്ത് എന്തോ നടക്കുന്നതെന്ന് ഇപ്പോഴും ആർക്കും. പിന്നെ നമ്മൾ പ്രഡിക്ഷൻസും മറ്റേ ഇത് ആൾക്കാർ ഇൻഫ്ലുവൻസ്. അതിനെക്കാട്ടി ഒരു കില്ലൻ ടോപ്പിക് ഉണ്ട് ബ്രോ. ഈ ഇടയായിട്ട് ഈ ഒരു ജനറേഷനിലെയും കുറച്ച് പഴയ ജനറേഷനിലെ ആൾക്കാർ കക്കൂസ് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു ടോപ്പിക് ഉണ്ട്. എന്തുകൊണ്ടാണ്?
അത് മെയിൻ ഒരു കാര്യം. നീ കക്കൂസിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്? ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ട്. പൾസറൊക്കെ വരുമെന്ന് കേട്ടിട്ടുണ്ട്. അൾസർ അല്ല, കുറെ കാര്യങ്ങൾ വരുമെന്ന് കേട്ടിട്ടുണ്ട്. മറ്റേ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമെന്ന് കേട്ടിട്ടുണ്ട്. അത് എനിക്ക് സ്വഭാവം ഭയങ്കരമായിട്ടുണ്ട്. കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് ഇപ്പോഴും കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ കുറെ റീൽസ് ഒക്കെ കണ്ട് ഈ പറയണത് പോലെ ബാത്റൂമിൽ നമ്മൾ ഈ ഫോണും കൊണ്ടിരിക്കുന്നത് ഭയങ്കര ശോകമാണ് എന്ന് പറഞ്ഞപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടപ്പം ഞാൻ കുറച്ച് ദിവസം ഫോൺ എടുക്കാതെ ടോയ്ലറ്റിൽ പോകാൻ തുടങ്ങി. കുറച്ച് ദിവസം ഫോൺ എടുക്കാതെ ടോയ്ലറ്റിൽ പോകാൻ തുടങ്ങി. അന്നേരം ഞാൻ പെട്ടെന്ന് ടോയ്ലറ്റിൽ നിന്ന് വെളിയിൽ ഇറങ്ങി വന്നിട്ട് കട്ടിലേക്ക് കിടന്ന് പിന്നെ ഇപ്പൊ രാവിലെ എണ്ണീറ്റ് കഴിഞ്ഞാൽ നേരെ നമ്മൾ ടോയ്ലറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഉടനെ ഫോൺ കൊണ്ട് പോകുന്ന പരിപാടി ഞാൻ കുറച്ച് നാൾ നിർത്തിയായിരുന്നു. അങ്ങനെയാണ് എനിക്കതൊരു ഇതിലോട്ട് ഒരു കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റിയത്. അത് ഇപ്പം നമ്മുടെ ജനറേഷനിൽ ഭയങ്കര കൂടുതലാണ്. നമ്മുടെ ജനറേഷനിലല്ല, ഇപ്പം കറന്റ്ലി ഇതത് ഭയങ്കര കൂടുതലാണ്. അതില് ബാക്ടീരിയ കുറെ അസുഖങ്ങൾ വരുന്നുണ്ടോ? എന്താണ് തൈറോയിഡോ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നമ്മള് ചന്തിയുടെ കാര്യമാണ് പറയുന്നത്, തൊണ്ടയുടെ കാര്യമാണ്. അല്ല ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യമല്ലേ, ഈ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ശരിക്കും 2 കാറ്റഗറി വൈസിലാണ്. ഇപ്പോഴത്തെ ജനറേഷൻ കൊണ്ടല്ല പഴയ ജനറേഷൻ സ്പെൻഡ് ചെയ്യുന്നത്. ജോക്കി ഇത് റെലവന്റ് ടോപ്പിക്കാ ജോക്കി. ഇത് ഒരുപാട് പേര് ചെയ്യുന്നതാണ് ജോക്കി. ഇത് ഒരുപാട് പേര് ചെയ്യുന്ന മിസ്റ്റേക്കാ ജോക്കി. സത്യം ഇതില് നമ്മളെ പോലത്തെ നമ്മുടെ ഒരു ജനറേഷൻ ഒരു 20-24 വയസ്സിന് മേലുള്ള ആൾക്കാര് ബാത്റൂമിൽ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതിന്റെ കാര്യം ഈ കണ്ണാപ്പിയോട് മിണ്ടായിരിക്കാൻ പറയാമോ? ഒരു മിനിറ്റ് കണ്ണാപ്പി അവ സംസാരിക്കണം. അതായത് നമ്മളെ പോലെ 24 വയസ്സിന് മേലോട്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇപ്പം ബാത്റൂമിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതിന്റെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? സമാധാനം ഒരു കാറ്റഗറിയാണ്, പ്രൈവസി അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നമുക്ക് എന്താ പറയാ, നമുക്ക് എല്ലാത്തിനെ പറ്റി ചിന്തിക്കാൻ ഏറ്റവും കൂടുതൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബാത്റൂമിൽ ഇരിക്കുമ്പോഴാണ്. നീ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കക്കൂസിലല്ലേ? അതെ, കാരണം എനിക്ക് ഒരുപാട് ചിന്തിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ കുറച്ച് ചിന്തിച്ചാൽ മതി എന്നുള്ളവർക്ക് കുറച്ച് സമയം ഇരുന്നാ മതി. അതുകൊണ്ടല്ല ബാബു കുറച്ച് തിന്നണം. 24 മണിക്കൂർ തിന്നിട്ട് 24 മണിക്കൂർ കക്കൂസിൽ കയറി ഇരുന്ന് തൂർന്നവനൊക്കെ മറ്റേ എന്തൊരു എക്സ്പ്ലനേഷൻ കേൾക്കണ ദൈവമേ. നീ നിന്നെ വെച്ച് നമ്മളെ കമ്പയർ ചെയ്ത് ഒന്ന് ആലോചിച്ച് നോക്കടാ. കോഴിക്കോട് എന്നിട്ട് അവിടത്തെ എല്ലാ കടകളിലും കയറിയിട്ട് മറ്റേ കല്ലുമ്പക്കായ തിന്നാൻ വേണ്ടിയിട്ട് മറ്റേ കോർക്ക് വെച്ച് ചന്തി അടച്ച് കയറിയവരാണ് അവരാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ കോഴിക്കോട് വെച്ച് എനിക്ക് അത് ചിന്തിക്കണ്ട, മനസ്സിലായില്ല? എനിക്ക് അപ്പൊ കറങ്ങിയാ മതി, മനസ്സിലായില്ലേ? ചിന്തിക്കേണ്ട സമയമില്ല. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ തിന്നിട്ട് ഞാൻ പോയിരുന്ന് ചിന്തിക്കും. ഞാൻ തൂർന്നല്ല ഞാൻ ആ ടോപ്പിക്കിനെ പറയുന്നത്, ചിന്തിക്കും. ഞാൻ എവിടെ പോയി ചിന്തിക്കാൻ പോയി. അങ്ങനെയാണ് അപ്പൊ പറയുന്നത്, ചിന്തിക്കാൻ പോയി. ഇവരെ പ്രൊസീജിയറിന് വേറെ പേരാ ഇട്ടേക്കുന്നത്. ബാബു ബാത്റൂമിൽ ചിന്തിക്കാൻ ബാബു സാധാരണ പമ്പിലൊക്കെ പോയി ചോദിക്കണത് എനിക്കൊന്ന് ചിന്തിക്കണം, ഇവിടെ ബാത്റൂം ഉണ്ടോ, എങ്ങനെയാണ് ചോദിക്കണത്, മനസ്സിലായോ? അത് കഴിഞ്ഞിട്ടുള്ളതിനുള്ള നീ എന്തിനു പറയും? അയ്യോ ഇതൊരു കിടിലൻ ചോദ്യം. ഇതൊരു കിടിലൻ ചോദ്യമാണ്. കാർത്തിക്, വാട്ട് ഇഫ് 1000 ബേബി സ്റ്റോറി വാസ് ട്രൂ? സത്യം. ഞാനത് കണ്ടില്ല ഇത്തിരി തുടങ്ങിയതേ ഉള്ളൂ, ബാക്കി കാണാം. എന്റെ അമ്മോ, അത് പറയല്ലേ കണ്ടില്ല, ഞാൻ കണ്ടില്ല, പറയല്ലേ പറയുവാണ്. ലൈക്ക് അത് തുടങ്ങിയതേ ഉള്ളൂ. അത് ഓൾറെഡി അതിനകത്ത് കൊടുത്തിട്ടുണ്ടല്ലേ. ലൈക്ക് അത് ഓൾറെഡി അതിന്റെ ബയോയില് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ടിങ്ങിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു നേഴ്സ് കുറെ കുഞ്ഞുങ്ങളെ വെച്ച് മാറുന്നു, അതാണ് അതിന്റെ ബേസിക് ടോപ്പ്. ബാക്കി നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. പക്ഷെ ആ സാധനം ഉണ്ടല്ലോ, അത് ഇജാതി ഡാർക്കാണ്. കണ്ട് തീർത്തപ്പോ എടാ കണ്ണാപ്പി, നിനക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിന്റെ തന്തയുടെ മോനാണോ നീ? എടാ നിന്നെ എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഇവ 1000 ബേബീസിലുള്ള ഒരു കൊച്ചാണ്. എങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛൻ നല്ലൊരു മനുഷ്യനാണ്. ഞാൻ പറയണെന്ന് പറഞ്ഞാൽ നിന്നെ കണ്ണാപ്പി ഇതുപോലെ മാറ്റി വെച്ചതാണെങ്കിലോ നിനക്ക് എങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും? നീ ഇതുവരെ DNA ടെസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടോ നിന്റെ അച്ഛന്റെ തന്നെയാണോ നീ എന്ന്? നമുക്ക് അങ്ങനെ ഒരു അവസരം ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ നമ്മള് ജീവിതത്തില് ചിലപ്പോ 90% ആൾക്കാരും അത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവൂല. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അത് അറിയുന്നെങ്കിലും. അല്ല ഞാൻ പറയാം, ഞാനിപ്പം നിന്നോട് ചോദിക്കുക, ഒരു ദിവസം നീ ജീവിതത്തിൽ എന്താ നിന്റെ DNA ടെസ്റ്റ് നടത്തിയപ്പം നിന്റെ പേരൻസ് ആയിട്ട് മാച്ച് ആവുന്നില്ലെന്ന് വിചാരിച്ചോ, നീ ഫസ്റ്റ് എന്ത് ചെയ്യും? ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജനിച്ച ഹോസ്പിറ്റലിൽ വിളിക്കും. എന്നിട്ട് ഞാൻ ജനിച്ച ദിവസം പറഞ്ഞു കൊടുക്കും. അന്ന് നടന്ന ഡെലിവറി
കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് എടുക്കുക. അന്നല്ല, ആ ഒരു ആഴ്ചയിലുള്ള എല്ലാം ഡീറ്റെയിൽസ് എടുക്കും. എന്നിട്ട് ഈ എന്തായാലും ഓഫ് കോഴ്സ് ഹോസ്പിറ്റലിൽ കോൺടാക്ട് നമ്പർ കാണും. എല്ലാവരെയും ഞാൻ വിളിക്കും. വിളിച്ചിട്ട് പറയാം, ഇതെല്ലാം നിങ്ങളെല്ലാം ഇപ്പം അർജന്റായിട്ട് DNA ടെസ്റ്റ് നടത്തണമെന്ന് പറയാം. മനസ്സിലായോ? നീ പറയുമ്പോ ഇന്ന് എന്റെ അണ്ടിയിലെ രോമം DNA ടെസ്റ്റ് എടുത്തോന്ന് പറഞ്ഞ് പുള്ളി പറിച്ചു തരുമോ? ഇല്ല, അവരുടെ DNA ടെസ്റ്റ് ഒക്കെ നടത്താൻ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ടെന്ന് അറിയോ നിനക്ക്? അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? എടാ കോർട്ട് ഓർഡർ അങ്ങനെ എന്തൊക്കെയോ വേണം ഇതൊക്കെ ചെയ്യാൻ. അല്ലാതെ നിനക്ക് ഒരാളുടെ പോയി നേരെ ചേട്ടാ ഒന്ന് വരുമോ, സാധനത്തിൽ ഒരു രോമം പറിച്ചോട്ടെ, എനിക്ക് DNA ടെസ്റ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാനൊന്നും പറ്റൂല. അല്ല എന്താണ് അല്ല ഇപ്പൊ ഇങ്ങനെ ഒരു സാധനം ഞാൻ അറിയുന്ന വെക്കും. എന്താണ് അതിപ്പം രക്തമല്ലേ പോലും അണ്ണാ, നമ്മൾ ഇത്ര നാളും നോക്കിയാണ് അവര്. ഞാൻ അവരുടെ തന്നെ ജീവിക്കും, വേറെ ആരും നോക്കൂല. എന്തിനാണ് നിങ്ങൾ നോക്കുന്നത്? എന്നാലും ഒരു മൈൻഡിൽ ഒരു ഇതുണ്ടാവൂലേ അണ്ണാ, ബയോളജിക്കലി ഉണ്ടായിട്ട് കാര്യമില്ല. ഇവിടെ എത്ര ബയോളജിക്കലി ഉണ്ടായിട്ട് എത്ര പേര് സ്വന്തം അച്ഛനെയും അമ്മയും ആണെങ്കിലും അല്ലെ മക്കളെ ആണെ കൊണ്ട് തെരുവിടുന്നവരോ എത്ര പേരുണ്ട്. ബയോളജിക്കലി ഉണ്ടാവണമെന്നല്ല ഞാൻ പറയുന്നത്. ബയോളജിക്കലി ഉണ്ടായിട്ട് അവരവരെ മക്കളെ ആണേലും എങ്ങനെ നോക്കുന്നു, എങ്ങനെ വളർത്തുന്നു, അതിലല്ലേ കാര്യം. 10,000 പേരെ കണ്ടപ്പോ നിനക്കങ്ങ് നന്മയങ്ങ് കവിഞ്ഞൊഴുകുന്നു. മന്ന കഴിവറ മോനെ, നീ കാരണം ഞാൻ എന്തോരം അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? ഒരു അവയവം വെച്ച് ഒരാളുടെ ഇരട്ടപ്പേര് വരിക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ എനിക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ റീസൺ തന്നെ നീയാണ്. നീ പോയി മറ്റേ അലമുണ്ടാക്കാത്ത ഒരാൾക്കാര് പോലും ഇല്ല. അതിന്റെയൊക്കെ എന്തോരം വിളി. നിനക്കൊരു 6,000 പേരെ കണ്ടപ്പോ നിനക്ക് നന്മ നീ ഇങ്ങനെ വാരി എറിയണ. ഇതൊക്കെ ഇവന്റെ അഭിനയമാണ്. സത്യം 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 സത്യം. കക്കാനും അറിയാം, നിക്കാനും അറിയാം. ശരിയായ കള്ളൻ.